കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും കൂടാരമറവിൽ തന്നഭയം തരും കൂട്ടിനവൻ എൻ്റെ കൂടെ വരും കൂടാരമറവിൽ തന്നഭയം തരും. എല്ലാ കരങ്ങളും ഉയർന്ന് നല്ലൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോകുന്ന വേളകളിൽ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും കൂടാരമറവിൽ തന്നെ അഭയം തരും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ ദൈവത്തിൽ ഉറപ്പുണ്ട്? കൂട്ടിനെൻ്റെ കൂടെ വരുവാൻ ആരുമില്ലേലും പാട്ടുകാരൻ പറയുന്നു, എൻ്റെ കൂടെ വരാൻ ഒരുത്തനുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പിറന്നു വീണാൽ ചില നാളുകൾ അതേ ആ കുഞ്ഞ് ചിലരുടെ കരങ്ങളിലാണ് വളർത്തപ്പെടുന്നത്. എന്നാൽ അവനെ എടുത്തുകൊണ്ട് നടക്കുന്ന എല്ലാ കരങ്ങളെയും വകഞ്ഞു മാറ്റി ഒരു ദിവസം തൻ്റെ സ്വന്തം കാലുകൾ നിലത്തൂന്നി നടക്കുന്നൊരു സമയമുണ്ട്. ഈ ലോകത്തിലേക്കുള്ളൊരു ഓട്ടം. അന്നു മുതൽ ഒരു മത്സരം ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ പല ദുർഘട മേടുകളെയും കാണേണ്ടി വരും. പല എരിഹോ മതിലിനെയും ചാടിക്കടക്കേണ്ടി വരും. തീച്ചൂള പോലെയുള്ള ചില അനുഭവങ്ങളിൽ വന്നു നിൽക്കും. നൂറുകണക്കിന് പേർ ചുറ്റുമുണ്ടെങ്കിലും വിജനമായ വഴിത്താരയിൽ വഴി ഏതെന്നറിയാതെ പകച്ചു പോകുന്ന ചില നിമിഷങ്ങൾ വരും. എല്ലാവരും കൂടെയുണ്ടെങ്കിലും, സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിലും, ചില ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ അവസ്ഥകളിൽ നീയും നിന്റെ നിഴലും മാത്രമായിരിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, സങ്കീർത്തനം 23, കൂരിലിന്റെ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നിങ്ങൾ ചോദിക്കേ, ഹേ ഇസ്രായേലിന്റെ മധുരഗായകനെ, താങ്കൾക്ക് എന്തുകൊണ്ട് ഭയം തോന്നുന്നില്ല? കൂരിരുൾ പോലെയുള്ള അവസ്ഥകൾ, മുൻപിലേക്ക് എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് അടുത്തെങ്ങനെയെന്നറിയത്തില്ല, നാളെയുടെ ഭാവി എന്തെന്നറിയത്തില്ല, നാളെയുടെ ദിവസങ്ങൾ എന്തായി മാറുമെന്നറിയത്തില്ല. ജീവിതം മുൻപിലേക്ക് നടപ്പാൻ ഒരു സ്റ്റെപ്പ് പോലും കഴിയാതെ വണ്ണം കൂരിട്ടുകൊണ്ട് ഭയാനമായ അവസ്ഥ കടന്നു വന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഭയപ്പെടത്തില്ല. നിങ്ങൾ ചോദിക്കേ, എന്തുകൊണ്ട് താങ്കൾക്ക് ഭയം തോന്നുന്നില്ല? അടുത്ത വാക്കിൽ താൻ പറയുന്നു, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ദൈവമുള്ളത് കൊണ്ട്, എൻ്റെ കൂടെ ഒരു ദൈവമുള്ളത് കൊണ്ട് ഒരു കൂരിരുളിനെ ഞാൻ ഭയപ്പെടുകയില്ല, ഒരു പ്രതിസന്ധികളെ ഞാൻ ഭയപ്പെടുകയില്ല. കാര്യം ഏത് എരിഹോ മതിൽ എൻ്റെ മുൻപിൽ കടന്നു വന്നാലും എൻ്റെ ആർപ്പിന്റെ മുൻപിൽ അത് വീഴുമെന്നറിയാം. ഏത് തീച്ചൂളയിൽ ഞാൻ കയറിപ്പോയാൽ അവിടെ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുകയാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പതറിപ്പോകാതെ ആശ്രയിച്ച ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് കരങ്ങളെ തട്ടി നമുക്ക് ചേർന്ന് പാടാം, കർത്താവിനെ ആരാധിക്കാം. എല്ലാ കരവും ചേർത്തടിച്ച് നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾ തോറും
തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ. കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വീട്ടുപോം വേളകളിൽ. കൂട്ടിനവൻ എൻ്റെ കൂടെ വരും, കൂടാരമറവിൽ തന്നെ ഭയം തരും. കൂട്ടിനവൻ എൻ്റെ കൂടെ വരും, കൂടാരമറവിൽ തന്നെ ഭയം തരും. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ശോധനയാൽ ഉള്ളം തകർന്നിടിലും വേദനയാൽ കണ്ണുകൾ നിറഞ്ഞിടിലും. ശോധനയാൽ ഉള്ളം തകർന്നിടിലും വേദനയാൽ കണ്ണുകൾ നിറഞ്ഞ ആനന്ദമാ ആനന്ദമാ പരമാനന്ദമാ. ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ. ആനന്ദമാ പരമാനന്ദമാ. ആനന്ദ സന്തോഷത്തിൽ ജീവിതമാ. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം. ഉറപ്പുള്ളവരെല്ലാത്തിൽ ചേർന്ന് പാടി അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എൻ്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. എൻ്റെ കാര്യത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് എന്നെ കൈവിടാത്ത ദൈവമേ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ
വിശ്വസ്തനായ ദൈവമേ, അത്ഭുതമന്ത്രിയേ, എല്ലാ വഴികളും അടഞ്ഞാല് പുതിയ വഴി തുറക്കുന്ന രക്ഷിതാവേ, യേശു യേശു യേശുവേ, Hallelujah. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായോനേ, അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. തുണയായോനേ, അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ, അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയേ, അങ്ങേ ആരാധിക്കുന്നു. എല്ലാ കരങ്ങളെയും ഓർത്ത് നല്ലൊരു ഹല്ലേലൂയ പറയാവോ? നമ്മൾ ഒരുമിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. ആരെ ആരാധിക്കണം? ആരെ ആരാധിക്കണം? ഇന്നും മനുഷ്യർക്ക് അജ്ഞതയായി കിടക്കുന്നൊരു കാര്യമാണ് ആരെ ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവവേദനയിലെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെയും നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നു. നമ്മൾ ആരാധിക്കുന്നത് സൃഷ്ടികളെ അല്ല, നമ്മൾ ആരാധിക്കുന്നത് അന്നത്തെയല്ല, നമ്മൾ ആരാധിക്കുന്നത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, എനിക്കും നിങ്ങൾക്കും അന്നൊന്നു വേണ്ടുന്ന അന്നം തരുന്ന, കാവൻ വയലിലെ താമരയെ വളരെ മാറാക്കുന്ന, വാനിലെ പറവയെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലഞ്ഞാലും യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത, നീതിമാന്റെ സന്തതിക്ക് അവൻ അപ്പത്തിനായി ഇരക്കാൻ അനുവദിക്കാത്ത ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. കണ്ണുനീർ കണ്ടിട്ട് വഴിമാറി പോകുന്നവനല്ല. ഹൃദയത്തിലെ നൂറുകണക്കിന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കപ്പെടുമ്പോഴും അതിൻ്റെ നടുവിൽ മറുപടി ഇല്ലാതെ നീ ഒറ്റക്കിരുന്ന് കരയപ്പെടുമ്പോഴും നിന്റെ കണ്ണുനീർ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നവനല്ല ദൈവം. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടിയുണ്ട്. നിന്റെ ഹൃദയത്തിലെ വേദനകൾക്ക് മറുപടിയുണ്ട്. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. വേദപുസ്തകം വിളിച്ചു പറയുന്നു, അങ്ങ് ഹോരേബിലെ മുൾപ്പടപ്പിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ആ തീയിൽ നിന്നൊരു ശബ്ദം പുറത്തു വരുന്നു, മോശേ, ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു, അവരുടെ ഭാരം ഞാൻ അറിയുന്നു. 430 വർഷം സ്വപ്നങ്ങൾ തകർന്നവരായി, ആഗ്രഹങ്ങൾ നശിച്ചു പോയവരായി, ബന്ധനത്തിലാക്കപ്പെട്ടവർ, അടിമകളാണ്. ജനിച്ചു വീഴുന്ന ഓരോ തലമുറയും അടിമ ജീവിതം നയിക്കപ്പെടുമ്പോൾ അവരുടെ അടിമത്വത്തിന്റെ ചങ്ങല പൊട്ടിപ്പാൻ ദൈവം ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നു, അവരുടെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട്. ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം നമ്മുടെ കണ്ണുനീർ കാണാത്തവനല്ല, നമ്മുടെ നിലവിളി കേൾക്കാത്തവനല്ല, നമ്മുടെ ഭാരം അറിയാത്ത ദൈവമല്ല. ചില വർഷങ്ങൾക്ക് മുൻപ് 4 ചുവരും മേൽക്കൂരയും വാതിലുമൊക്കെ ഓല കൊണ്ട് മേഞ്ഞൊരു വീട്ടിനകത്താണ് ഞാൻ 3ാമത്തെ മകനായി ജനിച്ചു വീഴുന്നത്. കഷ്ടതയുടെ തീച്ചൂളയിൽ കിടക്കുന്നൊരു സമയം, വേദന കൊണ്ട് നിറഞ്ഞ സാഹചര്യങ്ങൾ, 3 മക്കളും രോഗം കൊണ്ട് വല്ലാതെ പുളയുന്ന നേരം, എൻ്റെ മാതാപിതാക്കൾ അർപ്പിക്കാത്ത അർപ്പണ തർപ്പണാദികളില്ലായിരുന്നു, ഞങ്ങൾ വിളിക്കാത്ത ദേവി ദേവന്മാരില്ലായിരുന്നു, ഞങ്ങൾ പോകാത്ത ഇടങ്ങളില്ലായിരുന്നു. എൻ്റെ മാതാവും പിതാവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കണം, അവരുടെ രോഗത്തെ എടുത്തു മാറ്റണം, ഞങ്ങളുടെ ഇന്നത്തെ കുപ്പക്കൂന പോലെ കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു അത്ഭുതത്തെ ചെയ്യണം. ഞങ്ങൾ വിളിച്ച ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണുനീർ കാണാതെ കണ്ണടച്ചിരുന്നപ്പോൾ
അവർക്ക് കണ്ണുണ്ടായിട്ട് ഞങ്ങളുടെ ഭാരം അറിയാതിരുന്നപ്പോൾ, കരമുണ്ടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം എല്ലാവരും മൗനമായി നിന്നപ്പോൾ, ഞങ്ങളെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന, ഞങ്ങളെ ഞങ്ങൾ ക്ഷണിക്കാതെ ഞങ്ങളുടെ ഓലമേഞ്ഞ ആ ദാരിദ്ര്യത്തിൻ്റെ കുന്നിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. അതാണ് നിങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി മാറിയ ദൈവം. കണ്ണുനീരിന് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവൻ, സ്തുതിക്കേറ്റം യോഗ്യനായവൻ ഇന്ന് രാത്രി ആരാധിക്കുന്നെങ്കിൽ ദൈവവൈതലേ, ഈ ദൈവത്തെ അല്ലാതെ മറ്റാരെയാണ്? Hallelujah. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തൂണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തൂണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴി കാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴി കാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന ചേർന്ന് പാടി. ആരാധന ആരാധന സ്തുതി ആരാധന. എല്ലാ നാമങ്ങളും ചലിപ്പിച്ചു രാത്രി ആരാധനയോടെ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന 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 സ്തുതി ആരാധന ആരാധന. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശീഹായേ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശീഹായേ അങ്ങേ ആരാധിക്കുന്നു. ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധന 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 സ്തുതി ആരാധന ആരാധന. ആരാധന 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 സ്തുതി ആരാധന ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആ കരങ്ങളെ കുറിച്ച് നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? എല്ലാ ഭാരവും മറന്ന്, എല്ലാ ദുഃഖവും മറന്ന് നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. ജീവിതത്തിന്റെ മുൻപിൽ, നിങ്ങളുടെ മുൻപിൽ അപ്പുറം കാണാൻ കഴിയാത്ത വലിയ എരിഹോ മതിലുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ അപ്പുറം കടത്തി വിടാതെ മരണത്തിന്റെ താണ്ഡവ നൃത്തം ചവിട്ടി ഒഴുകുന്ന മരണയോർദാനായിരിക്കും. ചിലപ്പോ ഒന്നും അറിയാത്തവനെ പോലെ അടുത്തിന് എന്തെന്ന് ചോദ്യങ്ങളായി നിൽക്കുന്ന കൂരിരിന്റെ താഴ്വരകളായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒന്നിനെയും നോക്കരുത്.
നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ആരാധനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ദൈവം കാരാഗ്രഹത്തെ പൊളിച്ചു കളയും, യെരിഹോ മതിലിനെ ഇടിച്ചു കളയും, തീയുടെ ബലത്തെ കെടുത്തിക്കളയും. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ഉറപ്പുള്ള എല്ലാവരും ചാടി എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. എല്ലാ കരവും ചേർത്ത് തട്ടി യേശുവേ Yes, in the name of Jesus. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി എല്ലാ നാമങ്ങളും തുറന്ന് ആരാധന 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 സ്തുതി ആരാധന. ഒരിക്കൽ കൂടെ ആരാധന. ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ഗുണയായോരേ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോരേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോരേ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോരേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഓ ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഓ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആടിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആടിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതി. ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കിൽ. വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, ആതകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ,
മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, ഓ ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാവന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന. ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കട്ടെ. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനെ പോലെ ആരാധന, യേശുവിന്റെ നാമത്തിൽ സത്യത്തിലും ആരാധന, ആരാധന യാവന്ന ദൈവം യേശുവേ, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന. ഓ ഇന്ന് രാത്രിയിൽ സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന് ദൂതന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട്, രണ്ടുകൊണ്ട് മുഖം മൂടി, ആറാറ് ചിറകുള്ള സാറാഫുകൾ വിളിച്ചു പറയുന്നു, യെസ് ജീസസ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഇന്ന് രാത്രിയിൽ ഭൂമിയിൽ തന്റെ മക്കൾ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ്, അങ്ങേ പോലെ രക്ഷകനില്ല, അങ്ങേ പോലെ ദൈവമില്ല, അങ്ങേ പോലെ സൃഷ്ടാവില്ല. യേശുവേ Lord Jesus, oh Rabasatara Riva Baba Rakakatara Shandare, oh അത്ഭുതമന്ത്രിയായ ദൈവം, അതിശയമുള്ള രാജാവേ, name of Jesus, Riva Satarabaya എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. രാജാതിരാജാവിന് എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയം തുറന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷ പ്രാപിച്ച് പറഞ്ഞ ഭാഷയിൽ ഈ രാത്രി ഒരു വലിയ ദൈവമഹത്വം കണ്ടേ പറ്റൂ. ഈ രാത്രിയിൽ ജനം വിടുവിക്കപ്പെട്ടേ പറ്റൂ. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ദൈവത്തെ ഇവിടെ ഉയർത്തപ്പെടുമ്പോൾ ഒന്നുറപ്പാണ്, ഒരു പൈശാചിക മണ്ഡലത്തിനും ചലിപ്പാൻ കഴിയാതെ വണ്ണം ദൈവിക ദൂതന്മാർ ഇറങ്ങുകയാണ്. എല്ലാ നാവുകളും ചലിപ്പിച്ച് ആരാധന ആരാധന ആരാധന, എൻ്റെ യേശുവിന് ആരാധന. ആരാധന 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 യേശുവിന് ആരാധന 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 ഓ ആരാധന 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 ആരാധന. ആ കരങ്ങളെ ചേർത്ത് തട്ടി, രണ്ട് കരങ്ങളെയും ചേർത്ത് തട്ടി ഇന്ന് രാത്രിയിൽ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ദൈവത്തിന് ഹല്ലേലൂയ. ആരാധനയുടെ അനുഗ്രഹത്തിനായി വിജയം പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം, കണ്ണുകളെ മൂടാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കൾ സഭയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ഇന്ന് രാത്രി കാലം ഈ ദേശത്തിൻ മധ്യയിൽ വിളിച്ചു പറയുവാനുള്ള ദൂത്
ഈ ദേശത്തിൽ വരുവാനിരിക്കുന്ന അനർത്ഥത്തിൽ നിന്നും ആപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴുകി ജീവന്റെ പെട്ടകത്തിലേക്ക് കയറുവാൻ നൽകപ്പെടുന്ന സുവിശേഷ സന്ദേശം ഈ ദേശത്തിൽ ഒരു വിടുതലായി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കടന്നു വന്ന മക്കളെ നിർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവിക ആലോചനകൾ പകർന്ന് വിടുതൽ പറഞ്ഞ് അവൻ കൊടുത്ത് പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ, വചനം ശുശ്രൂഷിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ആഴമായി ആധികാരികമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ ദേശത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ സകല മണ്ഡലത്തെയും തകർത്തുകൊണ്ട് ഒരു വെളിച്ചം പകരുവാൻ തക്കവണ്ണം പരിശുദ്ധനിടയാക്കണമേ. അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവിക ആലോചനകൾ അനേകരുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസത്തിനും നിത്യത്തിലേക്ക് ഓഹരിയായി തീരുവാനും പരിശുദ്ധൻ സഹായിക്കും. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ ദാസന്മാരെ അധികാരപ്പെടുത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദീർഘരങ്ങളെ ഏൽപ്പിക്കുന്നു. വരുവാനുള്ളവർ ആഗ്രഹിച്ച് വരുന്നവരെയും കർത്താവ് തക്ക സമയത്തിൽ കൂട്ടിവരും. ഇന്ന് രാത്രികാലം ദൈവത്തിനും മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവിക സാന്നിധ്യം അനുഭവിച്ച് മടങ്ങുന്ന ജനമാക്കി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. മഹത്വം എല്ലാം ദൈവത്തിന് മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുകയാണ്. നേർവരുവ സൂണിലെ മാറുമേ മുടിയാക സാധ്യമാകുമേ. നേർവരുവ സൂണിലെ മാറുമേ മുടിയാകതും സാധ്യമാകുമേ. നിറവേ നീർവാരുമേ നിറവേ നീർ വേണ്ടുമേ നിറവേ നീർ പോതുമേ. ആവിയാനവരേ നിറവേ നീർവാരുമേ നിറവേ നീർ വേണ്ടുമേ നിറവേ നീർ പോതുമേ. ആവിയാനവരേ ആവിയാനവരേ നീർ വരുമ്പോതു കുറവുകൾ മാറുമേ. നിറൈവാന ആവിയാനവരേ നീർ വരുമ്പോതു കുറവുകൾ മാറുമേ. നീർ വന്ന സൂണിലെ മാറുമേ മുടിയാ
സാധ്യമാകുമേ. നീർ വന്നാൽ സൂழ்நிலை മാറുമേ. முடியாததும் സാധ്യമാകുമേ. നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. നിറവേ നീർ പോതുമേ. ആവിയാനവരേ നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. നിറവേ നീർ പോതുമേ. ആവിയാനവരേ ആവിയാനവരേ ആവിയാനവരേ. തങ്കയും പാസ്റ്ററും മുമ്പോട്ട് കടന്നു വന്ന് സ്വതന്ത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ സുവിശേഷ മഹായോഗത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ യോഗം ഇവിടെ ക്രമീകരിച്ച് ദൈവമായ കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹത്തിന് വേണ്ടി വച്ചിരിക്കുന്ന ഈ യോഗത്തെ ധന്യമായി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ചാരത്തും ദൂരത്തുമായിട്ട് ഇന്ന് ശ്രദ്ധിക്കുന്ന ഈ വചനങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അത് പതിയുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നടത്തണമേ കർത്താവേ. അതേപോലെ ഇന്ന് ദൈവമായ കർത്താവേ, കൂടി വരേണ്ടവർ ഇന്നുമുണ്ട്. അനേകർ വന്നെത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് സഹായിക്കും. അവിടെ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് കടന്നു പോകേണ്ടതിന് ദൈവം സഹായിക്കണമേ കർത്താവേ. ഇന്ന് വചനം സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ഭക്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്നും മറച്ചു വയ്ക്കാതെ വെളിപ്പെടുത്തി കൊടുക്കണമേ. ദേശത്തിന് ആവശ്യമായത്, ദൈവസഭയ്ക്ക് ആവശ്യമായത്, കടന്നു വന്നവർക്ക് അനുഗ്രഹമായിരിക്കേണ്ടതിന് ദൈവമായ കർത്താവേ അവിടെ നിന്ന് സംസാരിക്കണമേ കർത്താവേ. അവിടുത്തെ സന്നിധി ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നിവിടെ സമർപ്പിച്ച ദൈവമേ സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നടത്തണമേ കർത്താവേ. ആദിയോടന്തം യഹോവ ഭരിച്ച് നടത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രാർത്ഥന കേട്ടനായി ദൈവമക്കളെ ഇത്രയും പേര് കൂട്ടിവരുത്തിയതിനും ഇവിടെ പ്രാർത്ഥിച്ചതും നല്ല മനോഹരമായ ഗാനങ്ങൾ നല്ല രീതിയിൽ ഇവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതുവരെയും നമ്മുടെ മധ്യ സഹകരിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. ഇനി ഒരുപാട് സമയങ്ങളൊന്നും കൃതജ്ഞതകളൊന്നും ആർക്കും പറഞ്ഞ് സമയങ്ങളെ കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ നോട്ടീസിൽ കണ്ട പ്രകാരം തന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നിങ്ങളുടെ മധ്യേ മാറ്റമില്ലാത്ത ദൈവവചനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കൃത്യമായ സമയങ്ങളുടെ മധ്യേ തന്നെ നമ്മളെ മധ്യയിൽ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നല്ല അവസരങ്ങളെ ഒരുക്കി ദൈവം കൊടുത്തു. ആ അവസരങ്ങളെ ഓർത്തു നമുക്ക് എല്ലാവർക്കും കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മുടെ മധ്യേ ദൈവവചനങ്ങളെക്കുറിച്ച് സംസാരിക്കും. എല്ലാവരും കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ മനോഹരമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവമക്കൾ, ഈ ശബ്ദത്തിൻ്റെ ചുറ്റുപാടും ഈ ദേശത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഈ ദേശവാസികളായ
മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് മാറ്റമില്ലാത്ത സുവിശേഷം വിളംബരം ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ക്രമീകരിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവസഭയ്ക്കും സഭയുടെ ശുശ്രൂഷകനും മറ്റ് ചുമതലക്കാർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗം വളരെയധികം പണം മുടക്കി, വളരെ ദിവസങ്ങളുടെ കഷ്ടപ്പാട് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടാകും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു യോഗം ക്രമീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ദേശം വിടുവിക്കപ്പെടേണ്ടതിനാണ്. ജനം സുവിശേഷം കേൾക്കണം എന്നുള്ളതാണ് കൺവെൻഷൻ യോഗങ്ങൾ വെക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ശബ്ദ പരിധിയിൽ കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന നിലയിൽ വളരെ ലളിതമായി സുവിശേഷം ദേശത്തോട് അറിയിപ്പാൻ കർത്താവിൽ ആശിക്കുകയാണ്. സാധാരണ സ്റ്റേജും ഓഡിയൻസും തമ്മിലുള്ള അകലത്തേക്കാൾ ഒരല്പം അകന്നാണ് നിങ്ങളിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാകാം ഒരു വലിയ അകലം ഫീൽ ചെയ്യുന്നത് സ്റ്റേജിന്. അല്പം ദൂരെ ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തുടർന്ന് നാം ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. ഇനി ഇരുന്ന് വചന കേൾവി തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടികളൊക്കെ നിർത്തി ആരെങ്കിലും പുറകിൽ വരുന്നെങ്കിൽ സംഘാടകർ അവരെ ഏറ്റവും മുമ്പിലേക്ക് പറഞ്ഞു വിടുക. ഇവിടെ 8-10 കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇവിടുന്ന് വലിച്ചെടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്ന അത്തരം പരിപാടി ഇനി ചെയ്യാണ്ടിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവ വചന ചിന്തയിലേക്ക് കടപ്പാൻ കർത്താവിൽ ഞാൻ ആശിക്കുന്നു. വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിച്ച് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ആ വേദഭാഗം മൈക്കിൽ കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ദൈവദാസന്മാർ വായിച്ച് കേൾപ്പിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ വാക്യം മൈക്കിൽ കൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കും. ഒന്ന് വായിക്കാം. 14:15. പുരുഷാരമേ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ. നിങ്ങൾ ഈ വൃദ്ധകാര്യങ്ങളിൽ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ എന്താണ് സുവിശേഷം എന്ന ചോദ്യത്തിൻ്റെ മറുപടി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരുഷന്മാരെ, ആ പ്രയോഗം വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യന്മാരെ, നിങ്ങൾ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ ജനം ജീവനുള്ള ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ജീവനുള്ള ദൈവം എന്ന പദം കൊണ്ട് ഇവിടെ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷേ ചിന്തിക്കാം, അതെന്നാ ഈ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞത്, ജീവനില്ലാത്ത ദൈവമുണ്ടോ എന്ന് ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ദൈവദാസന്മാരുടെ ജോലിയല്ല, അതുകൊണ്ടത് പറയുന്നില്ല.
എന്നാൽ ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ ഗാനഗന്ധർവനായ യേശുദാസ് അതിൻ്റെ മറുപടി പാട്ടുരൂപത്തിൽ പാടിവിട്ടതാണ്. കണ്ണു തുറക്കാത്ത ഇവരെല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവങ്ങളെ കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പാടിയപ്പോൾ യേശുദാസിനെ ആരും ഇരുട്ടടി അടിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. കാരണം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം അങ്ങേര് പാടിയത് ഉള്ള കാര്യമാണ്. ഇന്നെങ്ങാണുമാണ് ചില പേട്ട് പിള്ളേരൊക്കെ എടുത്തിട്ട് അടിക്കാൻ ചെന്നേ. ബോധമില്ലല്ലോ. അന്ന് ബോധമുള്ള ആളുകളൊന്നും അങ്ങേരെ തല്ലിയില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യം ഇല്ല. എന്നാൽ മറുവശം ജീവനുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടുത്തെ നോട്ടീസിൽ എൻ്റെ പേര് വെച്ചിരിക്കുന്നത് കണ്ടു, ഷമീർ കൊല്ലം എന്ന് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ കാണുന്ന പരിസരത്തുള്ള മാന്യ സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഈ പേര് കണ്ടിട്ട് ഇങ്ങേര് ഒരു ക്രിസ്ത്യാനിയാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ. സ്വാഭാവികം. കാരണം എൻ്റെ മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം എന്നാണ്. ബാപ്പാൻ്റെ പേര് അങ്ങനെയാണ്. അപ്പം ഇങ്ങേരെന്താ ഈ പെന്തിക്കോസി പ്രസംഗിക്കാൻ വരുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റു ചില സുവിശേഷ യോഗങ്ങളുടെ നോട്ടീസുകൾ നമ്മൾ പരിശോധിച്ചാൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട പേരുകാരാണ് പ്രസംഗകരായിട്ട് വരുന്നത്. പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, പാസ്റ്റർ മുനീർ കാസർഗോഡ്, പാസ്റ്റർ റഫീഖ് വയനാട്, പിന്നെ സൗദ ബീവി, റംല തോമസ്, ജമീല ബീവി, അങ്ങനെ പറയാൻ തുടങ്ങിയ സമയം പോവും. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ സത്യദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മറുഭാഗത്തെ ഒരു നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, കുട്ടപ്പൻ, സോമൻ യേശുവിൻ്റെ പിന്നാലെയാണ്. ഇനി ഒരു ഭാഗമെടുത്താൽ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഇങ്ങനെയുള്ള കുറേ അച്ഛന്മാർ 50-60 വയസ്സിൽ ദേ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തെ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ കൂടി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആളുകളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ പുറകെയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തൻ പറയുക, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉപദേശി വന്ന് കൊട്ടിപ്പാടാൻ തുടങ്ങിയടേ. ഞാൻ നോക്കിയപ്പോൾ അങ്ങേരും പെണ്ണും പിള്ളയും 2 പായുമല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് കൊട്ടിക്കോട്ടെന്ന് വിചാരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 50 എണ്ണം അവിടെ ഇരുന്ന് കൊട്ടുന്നു. ആമേൻ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആളുകളെല്ലാം ഇങ്ങനെ ചിന്തിക്കുക, എന്തിനാണ് ഇവരെല്ലാം ഈ പെന്തിക്കോസുകാരുടെ കൂടെ പോകുന്നത്? ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ചർച്ചയെന്ന് പറഞ്ഞാൽ വൈകിട്ട് സീരിയൽ കാണാൻ വെക്കുന്ന ടി വിക്കകത്ത് കാണുന്ന ചർച്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും ചായപ്പീടികയിലും ജോലിയില്ലാത്ത ചേട്ടന്മാർക്ക് ഇരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന കലങ്ങിൻ്റെ പുറത്തും ഇവിടെയെല്ലാം ഇന്ന് ചർച്ചയാണ്, ഇവരൊക്കെ എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന്. അപ്പം ഇതിൻ്റെ മറുപടി, എന്തിന് ഷമീറും സിയാദും നാരായണനും ഗോപാലനും മുഹമ്മദ് കുട്ടിയും ചാക്കോച്ചനും ഒക്കെ എന്തിന് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി എന്ന വിഷയത്തിൻ്റെ മറുപടി പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആമേൻ. മനസ്സിലായോ? അത് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർ വളരെ ഭംഗിയായി ചെയ്തു, അല്ലേ? മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവെല്ലാം അടുക്കടുക്കായി പറഞ്ഞ് അത് കേട്ട ജനത്തിന് കാര്യം മനസ്സിലായപ്പോൾ ആയിരങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. മനസ്സിലായോ? അതാ സുവിശേഷ യോഗം. അപ്പം ജനത്തിന് മനസ്സിലാകുന്ന പോലെ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ വഴി അറിയാതെ അല്പം ഭാരപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ സൗണ്ട് കോളാമ്പി കൂടെ കേൾക്കാമെങ്കിലും വഴി അങ്ങോട്ട് തിട്ടമില്ല. അപ്പോൾ ഒരു കടയുടെ ചുവരിൽ ആ വാതിക്കൽ പീഡിയത്തിണ്ണയിൽ 2 ചേട്ടന്മാരിരുന്നു. ഞാൻ വണ്ടി നിർത്തി ചോദിച്ചു,
സഹോദര എവിടെ ഈ കൺവെൻഷൻ നടക്കുന്ന വഴി? ആ സാറേ അത് അവിടുന്ന് ആ വഴി തിരിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞ് വഴി അവർ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു താങ്കളാണോ ഇന്ന് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഞാനാണ് പ്രസംഗിക്കുന്നത്. എന്നാന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾ പെന്തക്കോസുകാരല്ല. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്നാ കുഴപ്പം? അല്ല എന്നാലും നിങ്ങൾ പറയുന്നത് എന്താണെന്നൊക്കെ കേൾക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. പക്ഷെ ഒരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. ഞങ്ങൾക്കും കൂടെ മനസ്സിലാകുന്ന പോലെ വല്ലതും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്നാ അങ്ങനെ പറഞ്ഞേ? അല്ല കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് അവിടെ കിടന്ന് തൊണ്ട കീറി അലറി, തൊണ്ടയ്ക്കകത്ത് മാക്രി വെച്ചിരിക്കുന്ന പോലെ ക്രാ 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 എന്ന് കിടന്ന് അലറി കൂവി വിളിച്ച് അങ്ങേർക്കും മനസ്സിലായില്ല. അങ്ങേര് പറഞ്ഞു എന്താണെന്ന് ഞങ്ങൾക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൂടെ മനസ്സിലാകുന്ന പോലെ, എന്തായാലും നിങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാനാണല്ലോ പൊതുവിൽ ഇങ്ങനെ ബോക്സൊക്കെ കെട്ടിവെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വള്ളിയിൽ കിടന്ന് തുള്ളി തീ ഇറക്കിയാൽ പോരെ? അപ്പോൾ അതുകൊണ്ട് പൊതുജനം ഇത് കേൾക്കുന്നു എന്നുള്ള മിനിമം ബോധം നമുക്കും വേണം. പ്രൈസല്ലോ. എന്നാ നിങ്ങളുടെ അനക്കമൊന്നുമില്ലല്ലോ, ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യം പോകുന്നതെന്നാണ്. അത് പ്രസംഗം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് വിളിച്ചേ ഇരിക്കട്ടെ, ഇനി മേലെ ഇങ്ങനെ വിളിക്കരുത്. അല്ല ഞാൻ പറയും ചില കാര്യങ്ങളിൽ നമ്മളൊക്കെ ഇനിയും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്തോത്രം. പോട്ടെ, ഞാൻ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു? അപ്പോൾ ഇന്ന് രാത്രി നിശ്ചിത സമയത്തിനുള്ളിൽ ഷമീർ അബ്ദുൽ സലാം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയാൻ പോവുക. അത് കേട്ടതിന് ശേഷം അങ്ങേര് പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ മാർഗം സ്വീകരിക്കാം. അല്ല എങ്കിൽ അയാൾ വന്ന് പ്രസംഗിച്ചു, അതിനിപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഇല്ല. അപ്പം കാര്യം പറയാൻ പോവുക, എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം. അപ്പം ചില ചേട്ടന്മാർ മുമ്പ് കയറി പറയും നിങ്ങളങ്ങനെ കാര്യമൊന്നും പറയണ്ട, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മുമ്പേ കയറി പറയും. അതിന് ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പെന്തിക്കോസിൽ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ കാര്യം എന്നാ? അപ്പോൾ ചില ചേട്ടന്മാർ പറയുകയാണ് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോന്നയാന്ന്. ഒരു പന്തലിൻ്റെ അകത്ത് നിറയെ അമേരിക്കക്കാരിയ്ക്കുന്നുണ്ടോ? കൈവയ്ക്കും ദൈവത്തെ സ്തുതിച്ചാട്ട്. കിടക്കാനൊരു പായില്ലാത്ത ഐറ്റങ്ങളുണ്ട് ഇത് ഈ പലതും. എന്നാലും കേൾക്കാനൊരു സുഖമുണ്ട്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയെന്നൊക്കെ വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഈ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് എന്നിറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടം കൂടെ പോയെന്നുള്ളതാണ് സത്യം. കിട്ടാൻ വേണ്ടി ഇറങ്ങിയതല്ല. മനസ്സിലായോ? ഈ പന്തലിലിരിക്കുന്ന ദൈവമക്കളായ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവരിവിടെ കയറി ഇന്ന് സാക്ഷ്യം പറയും. ഇന്ന് ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ന്യായമായി കിട്ടേണ്ടുന്ന ഒരു ആനുകൂല്യം തേടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ നീ കമ്മലും മാലയിട്ട് പൊട്ടും കുത്തി വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആപ്പീസർ അണ്ണന്മാരുണ്ടായിട്ടും ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ടൊരു ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞ് ന്യായമായി ലഭിക്കേണ്ടുന്ന നന്മ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നും ഈ യേശുവിനെ ആരാധിക്കുന്ന ചിലത് ഈ പട്ടണത്തിലുണ്ട്. അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിറകെ ഇറങ്ങിയതല്ല. അതിൻ്റെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ അമേരിക്കക്കാരെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ്. അപ്പോൾ വേറെ ചില ചേട്ടന്മാർ പറയും അതൊന്നും അല്ലടേ കാര്യം. പിന്നെന്തിനാണ് കാര്യം? അതേ വേറൊന്നും അല്ല, ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്ന് പറയും അല്ലേ? ഇപ്പം അങ്ങനല്ലേ പറയുന്നത്, മതം മാറ്റുക. ഈ അടുത്ത കാലത്തൊരു പെണ്ണും പിള്ള ഇങ്ങനെ മൊബൈലിൽ വന്നിട്ട് പറയുകയാണ് ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു. എന്നാൽ പിന്നെ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത്. പ്രശ്നം കഴിഞ്ഞില്ലേ? 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിലിരിപ്പുണ്ടല്ലോ, നരകത്തിലെ കോഴി, രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി. അപ്പം ഒരു 2000-ൻ്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഇനി വേണം ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോവാം, കൊടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല,
ഈ നാട്ടുകാർക്കൊരു സ്പെഷ്യൽ ഓഫർ. ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും 2000-ൻ്റെ ഒറ്റ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തു നിന്ന് ഒരു 25 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക. പൊക്കോ, പിണക്കമുണ്ടോ ഭാഷേ? പോട്ടല്ലേ, കഞ്ഞിക്കും പയറിനും വന്നതെല്ലാം പോട്ടെ, അങ്ങനെ പോട്ടെ, ഞങ്ങൾക്കൊരു പിണക്കവും ഇല്ല. അതിൻ്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെറിയത്തില്ല, ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല. 25 എന്നുള്ളത് കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടിത്തരാം, ഒരു 50 എണ്ണത്തെ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപൊക്കോ, ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞയ്ക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കരുത് പ്ലീസ്. പിന്നെ എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? അതിൻ്റെ ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ ആ ചിന്ത ഒന്ന് ധ്യാനിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇക്കോന്യ എന്ന പട്ടണത്തിൽ എന്ന് പറഞ്ഞാൽ കള്ളിക്കാടെന്നോ കാട്ടാക്കടയെന്നോ പറയുന്നത് പോലെ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കടന്നു വന്ന് അവിടുത്തെ യഹൂദന്മാരുടെ പള്ളിക്കകത്ത് കയറി യേശു തന്നെയാണ് രക്ഷകൻ, അവനാണ് മശിഹ എന്ന് സമർത്ഥിച്ച് പ്രസംഗിച്ചു. ഇത് കേട്ടപ്പോൾ ആ നാട്ടിലെ യഹൂദന്മാർ പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നാൽ അടുത്ത വാചകം, വിശ്വസിക്കാത്ത യഹൂദന്മാരോ അവർ അവിടെയുള്ള ജാതികളുടെ മനസ്സ് ദൈവദാസന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അവർ ഒരുമിച്ച് 2 പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദൈവദാസന്മാരെ കളിയാക്കാനും അപമാനിക്കാനും ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനൊക്കെ തയ്യാറെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ അത് മനസ്സിലാക്കിയിട്ട് അവർ തമ്മിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ല. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അക്രമത്തിൻ്റെ മാർഗമല്ല. ഈ സുവിശേഷ യോഗം ഇന്ന് വരെ നാടിന് ഒരു ദോഷം വരുത്തിയിട്ടില്ല. നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ തയ്യാറാണെങ്കിൽ നാളെയും മറ്റന്നാളും ഞങ്ങളിവിടെ യോഗം നടത്തത്തില്ലെന്ന് തൻ്റെ ഇടത്തോടെ പറയാം. നിങ്ങളുടെ പ്രസംഗം കേട്ട് എൻ്റെ ചെറുക്കൻ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് പറയാനൊരമ്മയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യോഗം ഇനിമേൽ നടത്തത്തില്ല, പറയാൻ കഴിയില്ല. സുവിശേഷം കേട്ട് ഇന്ന് വരെ ഒരുത്തൻ കള്ളുകുടിയനായില്ല, ഒരുത്തൻ കഞ്ചാവ് അടിക്കുന്നില്ല, ഒരുത്തൻ ഭാര്യ ഉപേക്ഷിക്കുന്നില്ല. പകരം കള്ളും കഞ്ചാവും അടിച്ച അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനുമൊക്കെ തലവേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത ഉലകം കണ്ട ഏക സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം. പക്ഷേ പലർക്കും ഇത് ഇഷ്ടമല്ല, ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെന്തിക്കോസ് എന്ന് പറയുന്ന കൂട്ടത്തെ എനിക്കും പുച്ഛമായിരുന്നു. കൊട്ടിപ്പാടി കലവില വില 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 എന്തൊക്കെയോ പറഞ്ഞു തുള്ളി കളിക്കുന്നൊരു കൂട്ടം. നാണക്കേട്, ഇതെന്ത് വക കൂട്ടമാണ് എന്ന് ചിന്തിച്ചൊരു കാലം. ആ കാലത്ത് എൻ്റെ നാട്ടിൽ കവലയിൽ ഞങ്ങൾ കൂട്ടുകാർ സന്ധ്യയ്ക്ക് ജംഗ്ഷനിൽ ഒത്തുകൂടും. ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും കൂടെ ഇതേപോലുള്ള സന്ധ്യകളിൽ ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടുമ്പോൾ കൂട്ടുകാരൊത്തുകൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് എന്താ? ഷെയർ ഇടളിയ കുപ്പിയെടുക്കാമെന്നാണ്. അപ്പോൾ കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പിയെടുക്കുക, ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറുക, പൊറോട്ടയും ചിക്കനും ഒക്കെ പൊട്ടിച്ച് വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേള നടത്തുക. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കുക, കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളിൽ അടിയുണ്ടാക്കുക. ഇങ്ങനെ നടന്നൊരു കാലമുണ്ട്. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മീശയും പഠിച്ച് കോളാമ്പിയും പിടിച്ച് ഇതുപോലുള്ള ഉപദേശിമാർ അവിടെ നിന്ന് തൊണ്ട കീറും, കുടിക്കല്ലേ വലിക്കല്ലേ മാനസാന്തരപ്പെടുമെന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കാണുമ്പോൾ അവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചൊരു പശ്ചാത്തലം എനിക്കുണ്ട്. എന്നാൽ ഇന്ന് അതേ ദേവദാസന്മാരുടെ നടുവിൽ ഈ വേദപുസ്തകം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഇവിടെ നിൽക്കുകയാണ്.
കാരണം പെറ്റതള്ള തലയെ കൈവച്ച് പ്രാഗി ഇവൻ ചത്തങ്കി ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചൊരു പശ്ചാത്തലത്തിൽ നിന്ന് കഴിഞ്ഞ 22 വർഷമായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്നവനായി ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരേ ഒരു സന്ദേശമേ ഉലക ചരിത്രത്തിലുള്ളൂ. അതാണ് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഈ ദേശത്ത് വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. അപ്പം അതുകൊണ്ട് ഇത് അക്രമത്തിൻ്റെ മാർഗമല്ല പാസ്റ്റർമാരെ, ഇത് അക്രമത്തിൻ്റെ മാർഗമല്ലെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്ന ആർക്കാണെന്നറിയോ? ആർക്കാ? നമ്മളെ അടിക്കാൻ വരുന്നവർക്കാ. അവർക്ക് നല്ല ഉറപ്പാണ് ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ലെന്ന്. എൻ്റെ കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പിള്ളേർ ഒരു സ്ഥലത്തൊരു ബോക്സ് കൊണ്ട് കെട്ടിവെച്ചു ജംഗ്ഷനിൽ. എന്നിട്ട് യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ഇത് കേട്ടോണ്ട് ജംഗ്ഷനിൽ നിന്ന ചേട്ടന്മാർക്ക് ദഹിച്ചില്ല. അവർ വന്ന് ഈ പയ്യന്മാരെ ഇട്ട് തല്ലി. ഈ പയ്യന്മാർ 8-10 പേരുണ്ടായിരുന്നു. അവരുടെ ശരീരം നൊന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അറിഞ്ഞം പുറഞ്ഞും തല്ലി. കൊടുത്തു, നേരത്തെ അടിച്ചു. അപ്പോൾ അടി കൊണ്ട് ഇവന്മാർ ഓടി. അവസാനം പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ 2 കൂട്ടരെയും വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ പാട്ട് പാടിയ പിള്ളേരോട് SI ചോദിച്ചു, എന്നാത്തിനാണ് അടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പിന്നെ ഈ പിള്ളേർ പറഞ്ഞു, സാറേ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ കിഡ്നി, ക്യാൻസർ തുടങ്ങിയ രോഗികൾക്ക് വേണ്ടി റോഡരികിൽ നിന്ന് പാട്ടുപാടി പൈസ വിരിച്ച് സഹായിക്കുന്നവരാണ് ഞങ്ങൾ. കുരിശടിയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ പാട്ട് പാടും. അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവങ്ങളുടെ പാട്ട് പാടും. മുസ്ലിം പള്ളിയുടെ അടുത്ത് ചെന്നാൽ മാപ്പിളപ്പാട്ട് പാടും. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്ന് യേശുവേ നിന്ന് പാടിയപ്പോൾ ഇവന്മാർ വന്ന് ഞങ്ങളെ വെറുതെ തല്ലി സാറ്. ദേഹം നൊന്നപ്പം ഞങ്ങൾ മനുഷ്യരല്ലേ, തിരിച്ചെടുത്തിട്ട് തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ തിരിച്ച് മറ്റന്മാരോട് ചോദിച്ചു, അതിനകത്തിനാണ് അവർ പാടിയപ്പം നീയൊക്കെ കയറി തല്ലിയെന്ന് ചോദിച്ചു. ഉടനെ അതിലൊരുത്തൻ പറയുകയാണ്, പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തള്ളിപ്പോയതാ സാറേന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തല്ലി എന്ന് വെച്ചാൽ അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടിയാ എന്നാ? അവരായിരുന്നെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ. അപ്പം നമ്മളെക്കാൾ നല്ല ഉറപ്പവനാ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 80 വയസ്സുള്ള അപ്പച്ചൻ്റെയും കഴുത്തിന് പിടിക്കാനാവും വരുന്നത്. അല്ല, തിരിച്ചടിക്കുന്ന ഐറ്റം എങ്ങാണോ ആയിരുന്നെങ്കിൽ ഒരെണ്ണത്തെ അടിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരുത്തിനും അനങ്ങിയില്ല. ഇവരുടെ വിചാരം പേടിച്ചിട്ടാണ്. എടാ ഇവനെയൊക്കെ കാലേ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഈ തലയും കുമ്പിട്ട് പോകുന്നത്. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണെങ്കിൽ ഇവിടെ ഒരുത്തനും കിശിങ് ചെയ്യാലായിരുന്നു അല്ലേ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളോട് പബ്ലിക്കായി പറയുന്നു, നാളെ തല്ലണമെങ്കിലും വന്നോ, ഞങ്ങൾ റെഡിയാ കൊള്ളാൻ. കാര്യം ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ല. ഒന്നുകൂടി അഭിമാനത്തോടെ പറഞ്ഞാൽ, ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. യേശുവിനെ ആർക്കും എന്തും പറയാം. യേശുവിനെ പറഞ്ഞതിൻ്റെ പേര് ചോദിക്കാൻ പോവാൻ ഇവിടെ ഒരു കൊട്ടേഷൻ സംഘം യേശുവിനില്ല. മനസ്സിലായോ? അത്ര മനോഹരമാണ് സുവിശേഷം. അപ്പം ദൈവദാസന്മാരെ ആക്രമിക്കുവാനും അവരെ അപമാനിക്കുവാനും ജനങ്ങൾ തയ്യാറെടുത്തപ്പോൾ ദൈവദാസന്മാരത് മനസ്സിലാക്കിയിട്ട് അവർ ലുസ്ത്ര, ദർബ തുടങ്ങിയതായ മറ്റു പ്രദേശങ്ങളിലേക്ക് അവർ പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കുന്നത്, ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പൗലോസ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടക്കാത്ത, കാലിന് സൗഖ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. പൗലോസ് അവനെയും നോക്കിയപ്പോൾ പൗലോസിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു ഇടപെടൽ നടത്തി. ആ കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഉള്ളിൽ സൗഖ്യം പ്രാപിപ്പാനുള്ളൊരു വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇന്ന് രാത്രി പെന്തക്കോസുകാരോട് ഞാനൊരു ദൂത് പറയാം. ഈ സൗഖ്യമെന്ന് പറയുന്നത് പ്രസംഗിക്കുന്നവൻ്റെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യമല്ല, ദൈവത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. മനസ്സിലായോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 10 പേർക്ക് ഇതിൻ്റെ അകത്ത് രോഗിയുണ്ടെങ്കിൽ ആ 10 പേർക്കും സൗഖ്യമില്ല. ആ 10 പേരിൽ എത്ര പേർ കേൾക്കുന്ന വചനം വിശ്വസിക്കുകയും അവരുടെ അകത്തതൊരു വിശ്വാസമായി രൂപപ്പെട്ട ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവർ വരികയും ചെയ്താൽ ദൈവം അവർക്ക് വേണ്ടി അയക്കുന്നതാണ് ദൈവിക സൗഖ്യം. മനസ്സിലായോ? ഞാൻ എന്തിനാ ഇതിങ്ങനെ തെളിവായി പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ന് ഈ സൗഖ്യത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന കുറേ തട്ടിപ്പുകാർ നമ്മുടെ ഇടയിലും ഇറങ്ങിയിട്ടുണ്ട്.
അവരൊക്കെ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് സൗഖ്യം അങ്ങോട്ട് എറിഞ്ഞങ്ങ് കൊടുക്കുക. എന്നാ പിടിച്ചോ എന്ന് പറയും. ഇതുപോലെ കുറേ വട്ടന്മാരുണ്ട്, പിടിച്ചോ എന്ന് പറയും. ഇന്നാളൊരു വട്ടം പറയാണ്, വീടില്ലാത്ത ആരുണ്ട്, വീട് എൻ്റെ പോക്കറ്റ് നിറയെ വീട് കിടക്കുക, ഇപ്പം തരാമെന്നും പറഞ്ഞ് അങ്ങ് പോക്കറ്റിൽ കൈയിട്ടിട്ട് പറയാം, എന്നാ പിടിച്ചോ 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 എന്ന് പറയും. ഇതുപോലെ കുറേ ഊളംപാറ കൊണ്ടിടേണ്ട ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കേണ്ടതൊന്നുമല്ല. സൗഖ്യവും ദൈവിക അനുഗ്രഹങ്ങളും അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടതാണ്. ഇത് എന്തിനാ ഞാൻ നിങ്ങളോട് പരസ്യമായി പറഞ്ഞെന്നറിയാമോ? ഇത് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ തിരിച്ച് നമ്മളോടൊരു ചോദ്യം ചോദിക്കും. ഈ കൊറോണ വന്നപ്പോൾ നിങ്ങളുടെ സൗഖ്യദായകന്മാരൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് ദൈവദാസന്മാർ ചിന്തിക്കണം. ഈ ചോദിക്കുന്ന ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല. അവർ ചോദിക്കുന്നത് അവരുടെ കൈക്കുള്ളിലിരിക്കുന്ന മൊബൈലിൻ്റെ അകത്ത് കുത്തുമ്പോഴെല്ലാം അവർ കാണുന്ന കാഴ്ച ഈ സൗഖ്യം എറിഞ്ഞു കൊടുക്കുന്ന ബിരുദന്മാരെയാണ്. അപ്പോൾ അവരിത് ചോദിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടൊരു യാഥാർത്ഥ്യമുണ്ട്. യേശു അക്ഷരീകമായി ഭൂമിയിൽ ജീവിച്ച കാലത്ത് പോലും ഗലീലയിലും നസ്രത്തിലും യേശു സഞ്ചരിച്ച ഇടങ്ങളിലുമെല്ലാം അനേക രോഗികളുണ്ടായിരുന്നില്ലേ? ആ രോഗികളെ മുഴുവൻ അങ്ങ് യേശു സൗഖ്യമാക്കിയിട്ടാണോ പോയേ? അല്ല. ആര് തന്നിൽ ആശ്രയിച്ചുവോ, ആര് തൻ്റെ അടുക്കൽ വന്നുവോ, ആര് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടുവോ, അങ്ങനെ കർത്താവിൽ ആശ്രയിച്ചവർക്കെല്ലാം കർത്താവ് വിടുതൽ കൊടുക്കുക ചെയ്തു. ഈ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഇപ്പം നമ്മൾ തെറ്റിദ്ധാരണയുടെ ഒരു ലോകത്തിലാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം നിൽക്കുന്നത്. കാരണം ഇപ്പം നമ്മളെ ആളുകളെല്ലാം ഈ മൊബൈൽ തുറന്നിങ്ങനെ ഞെക്കി കുത്തുമ്പോൾ ഇതേപോലെ ഓരോരുത്തരും നിന്നിട്ട് പറയുന്നത്, യേശു ഇതാ ഇപ്പോൾ ചേച്ചിയുടെ പല്ലിൻ്റെ പോട് ഇതാ യേശു ഇപ്പോൾ അടയ്ക്കുകയാണ്, ചേച്ചിയുടെ കഷണ്ടിയിൽ ഇതാ മുടി കിളിർക്കുകയാണ്. ഇങ്ങനെ പറയുന്ന കുറേ ഊളന്മാരെ ഇന്ന് കാണുന്നത്. യേശുവിന് ഈ പല്ലിൻ്റെ പോടടയ്ക്കലും കഷണ്ടിയും മുടി കിളിർപ്പിക്കലൊന്നുമില്ല യേശുവിൻ്റെ പണി. കുനിഞ്ഞ ചേച്ചി നിവർന്നേ, നടുവേദന പോയി. ഈ യേശു നടുവേദന, പല്ലുവേദന, ഉളുക്ക്, വിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതി പരിപാടിക്കൊന്നും വന്നവനല്ല. വേദപുസ്തകം വളരെ തെളിവായി എഴുതിയിട്ടുണ്ട്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശു വന്നത് പാപികളെ രക്ഷിപ്പാനാ. സ്തോത്രം. അല്ലാതെ ഇവിടെ ഈ കാണുന്ന ചിത്രം മുഴുവൻ മായ്ച്ചു കളഞ്ഞെന്നേ. സുവിശേഷത്തെ വികലമായി അവതരിപ്പിച്ച് ആളുകൾ ഇതെല്ലാം വല്ലാത്തൊരു പരിഹാസമാക്കി മാറ്റിക്കളഞ്ഞു. മനസ്സിലാകുന്നില്ലേ? ഈ നടുവേദനയും പല്ലുവേദനയും ഉളുക്കും പിരിപ്പും പല്ലിൻ്റെ പോടും കഷണ്ടി ഇതുപോലെല്ലാം പറഞ്ഞ് തങ്കവും താരവും ഇതേപോലെ കുറേ വട്ടന്മാരെല്ലാം ഇറങ്ങി സുവിശേഷത്തെ വികലമാക്കി കളഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? ഈ പൊതുജനം മനസ്സിലാക്കുന്ന ഇതെല്ലാം പെന്തക്കോസ്താണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇതെല്ലാം പെന്തക്കോസ്താണെന്നാണ് ജനം വിചാരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ദൈവദാസന്മാർ സ്റ്റേജിൽ നിന്നുകൊണ്ട് തൻ്റെ അടുത്തോടെ പറയണം, ഇവറ്റകളുമായി ദൈവസഭയ്ക്ക് ഒരു ബന്ധവുമില്ല. ഇത്തരം മാജിക്കുകാരുമായിട്ട് ദൈവസഭയ്ക്കൊരു ബന്ധവുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ യേശുവിൻ്റെ പേരും പറഞ്ഞ് ബൈബിൾ കച്ചവടമാക്കുന്ന ആയിരക്കണക്കിന് കൃമികീടങ്ങൾ ഈ പട്ടണത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾ പരസ്യമായി പറയുന്നു, ദൈവസഭയ്ക്ക് ഇവറ്റകളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. പറയണ്ടേ ഭാഷ? അത് സ്തോത്രം. അല്ല, ചില ഭാഷന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക്കിൽ ഇവരുടെ ചിന്ത പണ്ട് ആളുകളിൽ പിന്നെ ചായപ്പീടികയിലും പിന്നെ കുടുംബശ്രീയിലുമൊക്കെ ഇരുന്ന് അടക്കം പറഞ്ഞ പോലെ ഇന്ന് വാർത്ത പറയുന്നത്. ഇന്ന് മനുഷ്യനെടുത്ത് കയ്യിലോട്ട് ഞെക്കി കുത്തിയാൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന വാർത്തകളെല്ലാം ഇവിടുത്തെ മനുഷ്യർ കണ്ടും കേട്ടും ഇരിക്കുന്ന കാലത്തിലോട്ട് ജനം മാറി. അല്ല, നമ്മളിവിടെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലൊന്നും അല്ല. ജനം ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ യാഥാർത്ഥ്യം, സത്യം എവിടെയും തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ ദൈവദാസന്മാർ തയ്യാറായാൽ ദൈവമക്കളെക്കുറിച്ച് ദേശത്തിലും ലോകത്തിലും നാനാഭാഗത്തുള്ള തെറ്റിദ്ധാരണകൾ മാറും. ഞങ്ങളാരും വചനം കച്ചവടം ചെയ്യുന്നവരോ അല്ല സൗഖ്യം എന്നാ ഇവിടെ വിളമ്പുന്നു എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നവരൊന്നുമല്ല. ഞങ്ങളിവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ദൈവവും തമ്മിൽ ഒരു വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് വന്നാൽ ഇതിൻ്റെ അകത്തിരിക്കുന്നവരുടെ മേൽ ദൈവിക സൗഖ്യം വെളിപ്പെടും. അത് പ്രസംഗിക്കുന്നവൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ പ്രസംഗിക്കുന്നവൻ്റെ ഔദാര്യം കൊണ്ടോ ഞാനിവിടെ പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠനായതുകൊണ്ടൊന്നുമല്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ് അത് നടക്കേണ്ടത്. മഹത്വം ദൈവത്തിന്. സ്തോത്രം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം മാജിക്കുകാരെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെങ്ങനെയാ ദൈവിക സൗഖ്യം? ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനോട് പൗലോസ്ലീഹ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു.
അതാണ് ദൈവിക സൗഖ്യം. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാവിനോട് എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേക്കുന്നതാണ് ബൈബിളിലെ സൗഖ്യം. അതിന് ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്ററെ, 100% വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ എതിർക്കുന്ന എന്തിനാ? യേശുവിൻ്റെ നാമത്തിൽ മുടന്തനോട് സൗഖ്യമാകാൻ പറഞ്ഞപ്പോൾ മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന അല്ലേ, അത് ദൈവിക സൗഖ്യം. പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് അങ്ങനല്ല. ബ്രദറെ സൗഖ്യമായിട്ടുണ്ട് കേട്ടോ, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ. ഇൻസ്റ്റാൾമെൻറ്റ് ആ പരിപാടി യേശു തുടങ്ങിയിട്ടില്ല. യേശു ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് പരസ്യമായി അറിയിക്കുന്നു. യേശു സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യം തന്നെയാണ്. ആ സൗഖ്യം പ്രാപിച്ച ദൈവദാസന്മാരുണ്ട്. വർഷങ്ങളായി ഇന്നും ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാതെ വിശ്വാസത്താൽ സൗഖ്യം പ്രാർത്ഥിച്ചു വാങ്ങി ആമേൻ ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അഭിഷിക്തന്മാർ ഈ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയവരുണ്ട്. അവരെയൊക്കെ നിറഞ്ഞ ബഹുമാനത്തോടെ ഓർത്തുകൊണ്ട് പറയുന്നു, ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ പാടില്ലാത്ത മുഴയൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ് ആളും പേരും എടുക്കുന്ന ഇത്തരം മാജിക്കുകാരെ ഞങ്ങൾ എതിർക്കുന്നു. ആമേൻ. കണ്ണിന് കാണുന്ന മുഴയൊന്നും ഇവ മാറ്റുകയില്ല. ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റാത്ത മുഴയാണ് ഇവ മാറ്റുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാജിക്കുകാരെ ഞങ്ങൾ എതിർക്കുന്നു. ഇവിടെ വേദപുസ്തകം പറയുന്നു, എഴുന്നേറ്റ് നടക്ക എന്ന് പൗലോസ് പറഞ്ഞ ഉടനെ അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് ആ നാട്ടിലുള്ള ആളുകൾ കണ്ടു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് അവരെല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി എന്നാണ് വായിക്കുന്നത്. വിളിച്ചു കൂട്ടി, എടാ ഓടിവാടാ, എടാ ജോസഫേ, എടാ മാധവൻകുട്ടി, എടാ പിന്നെ തോമസേ, എല്ലാവരും വിളിച്ചോണ്ട് ഓടിവാടാ, ഓടി എന്നാന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയുകയാണ്, ദാ ദേവന്മാർ മനുഷ്യന്മാരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ ഇറങ്ങി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വിളിച്ചു വാടാ സ്വീകരിക്കടാന്നും പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ചു കൂട്ടി. എന്തിനാണെന്നറിയാമോ? പൗലോസിനെയും കൂട്ടരെയും പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. മനസ്സിലായോ? ഇപ്പം ഈ മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് കാലം തൊട്ടേ ഉണ്ട്. ഇപ്പം കേരളത്തിലാണെങ്കിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക അല്ലേ? സ്തോത്രം. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൾ ദൈവത്തിന് പനിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നിട്ടും ബോധം വരാത്ത ആളുകളുണ്ടല്ലോ എന്ന് അല്ലേ? സ്തോത്രം. അപ്പം മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടിക്ക് ഇവരെല്ലാം കൂടെ ഓടിക്കൂടി പൗലോസിനെയൊക്കെ പൂമാലകൾ ഇട്ടുകൊണ്ട് ആമെ കാളക്കുട്ടിയെ പിടിച്ച് യാഗം കഴിച്ചുകൊണ്ട് പൗലോസിനെയൊക്കെ ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് പറയാം, പൗലോസ് വസ്ത്രം കീറിക്കൊണ്ട് അവരോട് പറയുക, മനുഷ്യന്മാരെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്. ഓക്കെ, ആരാ ഈ പറയുന്നത്? നിഴല് തട്ടിയ രോഗി സൗഖ്യമാകുന്ന കൃപാവരമുള്ള മനുഷ്യൻ പറയുക, ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യന്മാരാണ് കേട്ടോ. ഇതൊക്കെയല്ലേ കണ്ടുപഠിക്കണം. ഇവിടെ ഒരുത്തൻ പനി മാറ്റിയാൽ പിന്നെ അവൻ അടുത്ത TV സ്റ്റാറാ. ആമേൻ. മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളും ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ആമേൻ. അപ്പൊ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ വ്യർത്ഥമായ കാര്യങ്ങൾ വിട്ടുകളയണം. 2, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അപ്പൊ 2 കാര്യം പറഞ്ഞു കൊടുക്കാൻ പോവാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, എന്താണ് മനുഷ്യൻ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥമായ കാര്യങ്ങളെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വായിച്ച്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു പടച്ചവൻ ഉണ്ടെന്നറിഞ്ഞിട്ടും
ഒരു സൃഷ്ടാവ് ഉണ്ടെന്നറിഞ്ഞിട്ടും ഒരു ഈശ്വരനുണ്ട് എന്നറിഞ്ഞിട്ടും സകലത്തെയും ചമച്ച ഒരു സൃഷ്ടാവ് ഉണ്ടെന്നറിഞ്ഞിട്ടും മനുഷ്യൻ സൃഷ്ടാവിന് മഹത്വം കൊടുക്കാതെ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്ന്. ശ്രദ്ധിക്കണേ, ഒരു ദൈവമുണ്ട്. 2024 കമ്പ്യൂട്ടർ യുഗത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ പിള്ളേർ പറയുന്ന ദൈവമൊന്നും ഇല്ല. വേദപുസ്തകം പറയുന്നു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇപ്പൊ ദൈവമില്ലെന്ന് പറഞ്ഞവനെ ദൈവം ഇട്ട പേരെന്താ? മൂഢൻ. നല്ല പേരല്ലേ? മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല. പിന്നെ ഇപ്പോഴത്തെ ചില പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്നാണ്. ഡിങ്കമതം, ഡിങ്കനാണ് ദൈവം. അറിയാമോ ഡിങ്കനെ? അറിയാമോ? അറിയില്ല? അറിയാനൊന്നുമില്ല. നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി, അത്രേ ഉള്ളൂ. നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലിയാണ് ദൈവം എന്ന് പറയുന്ന ഒരു തലമുറ. ഡിങ്കനാണ് ദൈവം എന്നാണ് പറയുന്നത്. ഡിങ്കൻ. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തോട് പറയാം, ദൈവമില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ട. ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര പഠനമൊന്നും വേണ്ട. വീട്ടിൻ്റെ അകത്തെ ബെഡ്റൂമിൽ കയറി ഒരു 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ തന്നെത്താൻ നോക്കി നിന്നാൽ അറിയാതെ മനസാക്ഷി പറയും ഒരു ദൈവമുണ്ട് എന്ന്. അതെങ്ങനാടോ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നാൽ അറിയുന്നതെന്ന് അല്ലേ? വേദപുസ്തകത്തിൽ ഒരു ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അകത്തുണ്ട് ദൈവത്തിൻ്റെ കരവിരുത്. ഇല്ലേ? ഒന്ന് ചിന്തിക്ക്. കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നോക്ക്. ഈ തലയിലിരിക്കുന്ന കറുത്ത സാധനത്തിൻ്റെ പേരെന്താ? മുടി. താടിയും മീശയുമായി വളർന്നിറങ്ങുന്നത് എന്താ? മുടി. കണ്ണിൻ്റെ മേലെ പുരികമായി വരുന്നത് എന്താ? മുടി. കണ്ണിൽ പീലിയായി വരുന്നത് എന്താ? മുടി. ഇതിൻ്റെ എല്ലാം പേരെന്താ? മുടി അല്ലേ? പക്ഷേ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ച നിയമം, തലമുടിയോടും താടിയോടും മീശയോടും ഒക്കെ വളർന്നിറങ്ങിക്കോ, അവർ വെട്ടിവിട്ടോളും. പക്ഷെ കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരരുത്. ആര് വെച്ച വ്യവസ്ഥയാ? പ്രസവം എടുത്ത ഡോക്ടർ വെച്ചാണോ ഭാഷേ? അല്ല, സൃഷ്ടിച്ച സൃഷ്ടാവ് വെച്ച വ്യവസ്ഥയാ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മ വെച്ച കാലം മുതൽ തലമുടിയും താടിയൊക്കെ വളർന്നിറങ്ങുന്ന പോലെ കൺപീലിയും കൂടെ അങ്ങ് വളർന്നെങ്കിലോ? ഇന്ന് രാത്രി കൺവെൻഷന് വരുന്ന രംഗം, 2 കണ്ണിൻ്റെയും ഷട്ടർ ചുരുട്ടി പൊക്കി പിടിച്ചിട്ട് ആരാടി അവിടെ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഗതികേടൊന്നും വന്നില്ലല്ലോ. കൺവെൻഷൻ കഴിഞ്ഞ് പോയി ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ 2ൻ്റെയും ഷട്ടർ പൊക്കി ഒരു ക്ലിപ്പ് ഇവിടെയും ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടിട്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കേണ്ട ഗതികേടൊന്നും വന്നില്ലല്ലോ. ഒരു സൃഷ്ടാവുണ്ട്. എല്ലാ മനുഷ്യനോടും കൈ ഉയർത്താൻ പറഞ്ഞാൽ സകല മനുഷ്യൻ്റെയും കൈ ഒരുപോലെ ഇരിക്കുകയല്ലേ? 5 വിരലല്ലേ? എല്ലാത്തിനും അതേ ഉള്ളൂ. പക്ഷെ കോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ ഒരു മനുഷ്യൻ്റെ വിരലടയാളം പോലെ ഇനി ഒരു മനുഷ്യൻ ഇല്ല. ഇവിടുത്തെ പരിണാമവാദി ഇരുന്ന് ഡിസൈൻ ചെയ്തതാണോ? അല്ല, സ്വർഗത്തിലെ സൃഷ്ടാവിൻ്റെ കരവിരുത്. എന്തിനധികം പറയുന്നു? കഴിഞ്ഞ ആഴ്ചയിൽ നെയ്യാറ്റിൻകര ഒരു മീറ്റിങ്ങിന് പോയി. കരമന മുതൽ ബാലരാമപുരം വരെ കാർ ഓടിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നിയ പോലെ 6 വരിപ്പാത ഹൈവേ വിശാലമാക്കിയിട്ടിരിക്കുക. എന്നാ സിഗ്നൽ സംവിധാനം, മനോഹരമാക്കിയ റോഡ്, ഹൈവേ, കണ്ണടച്ചോടിക്കാൻ പറ്റുന്ന ഹൈവേ മനോഹരമായി കണ്ടു. അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കാണുക ഇടത്തും വലത്തുമായി 1-2 വണ്ടി ഇടിച്ചു കിടക്കുക. അവിടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 6 വരിപ്പാത ഹൈവേ, വിശാലമായ സംവിധാനം, സിഗ്നൽ സംവിധാനം, ഇതൊക്കെ ഉണ്ടായിട്ടും 2 അവിടെ ഇടിച്ചു കിടക്കുമ്പോൾ ആകാശമണ്ഡലത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കേ. സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവറുണ്ടോ? ഉണ്ടോ? ഡെയിലി 2 വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? ആണോ? അതിനെയൊക്കെ കൃത്യമായ ആനുപാതികത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തന്റെ കരം അതിൻ്റെ പിറകിലുണ്ട്. അതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന മൂഢ മനുഷ്യ, ഇന്ന് രാത്രി കണ്ണു തുറക്ക്. സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. എന്നാൽ മനുഷ്യന് സംഭവിച്ച അബദ്ധം എന്താ?
മനുഷ്യൻ ദൈവത്തിന് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിന് കൊടുക്കാതെ മനുഷ്യൻ വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഇവിടെ വായിച്ചത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചെയ്തത് എന്ന് അടുത്ത വാക്യത്തിൽ ഒന്ന് വായിച്ചു കേട്ട്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ പേരെന്താ? ഞാലൂർക്കുന്ന്. ഈ ഞാലൂർക്കുന്ന് ദേശം ഇന്ന് രാത്രി ശ്രദ്ധ തുറഞ്ഞു കേട്ടോ, ശ്രദ്ധ വെച്ച് കേട്ടോ. മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ പറയുന്ന ഉത്തരം, അവന്റെ വിവേകമില്ലാത്ത ഹൃദയത്തിൽ ഒരു ഇരുട്ട് പ്രവേശിച്ചു. സൃഷ്ടാവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന, ജീവനുള്ള ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന, സകല തിന്മകളിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ആ തിന്മയുടെ ഇരുട്ട്, അതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപമെന്ന് വിളിക്കുന്നത്. ഇന്ന് രാത്രി ഞാലൂർക്കുന്ന ദേശം കേട്ടോണം. വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, സർവ മനുഷ്യരും പാപികളാണ്. മനസ്സിലായോ? ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള സന്ദേശം. മനുഷ്യൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്. 2024 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശം തൊണ്ട കീറുക, മനുഷ്യൻ പാപിയാണെന്ന്. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരും. ചുമ്മാ പറയുന്ന യുവമാർ ചുമ്മാ പറയുന്നതാന്ന്. മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഈ ഞാലൂർകുന്നിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഞാലൂർകുന്ന് പാപി ഉണ്ടോ ഇല്ലയോ ഇല്ലേ? ആണ് അറിയാം. കടയ്ക്ക് പൂട്ടിട്ടാലോ പൂട്ട് പിടിച്ചൊന്ന് കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചു, സമാധാനത്തോടെ ഉറങ്ങി. ആരെ പേടിച്ചാ? മനുഷ്യന്മാരെ പേടിച്ചല്ലേ? അപ്പം മനുഷ്യന്മാരെ പേടിച്ചു. എന്തുകൊണ്ടാ? മനുഷ്യൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ജീവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എന്തിന്? നമ്മുടെ സഹോദരിമാരോട് ചോദിക്ക്, രാത്രി കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ പലരും ഉറങ്ങുന്നത്. ആരാ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ എന്നൊരു ബോർഡ് വന്നത്. കള്ളിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് ബോർഡ് വരേണ്ടി വന്നു അല്ലേ? അങ്ങനെ ഒരു ബോർഡ് വരാൻ കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉത്തരം തരാമോ? ഒരു ഉത്തരം തരാമോ? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോര കുഞ്ഞിനെ തീരദേശത്തിൻ്റെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്ന അമ്മ സാക്ഷര കേരളത്തിൽ. ഈ അമ്മയെ കൊണ്ട് അത് ചെയ്യിച്ചത് ഏതെങ്കിലും ഒരു ഈശ്വരന്മാരാണോ? പറ. മനസ്സിലായോ? 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച പെറ്റ തള്ളയുടെ കഴുത്ത് ഇങ്ങനെ അറുത്ത് മാറ്റാൻ ഒരു 15 വയസ്സുകാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ? പറ. വിവാഹം കഴിഞ്ഞ് പോറ്റി പുലർത്തിയ സ്വന്തം ഭർത്താവിനെ, കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ 55 വെട്ടി നുറുക്കി പീസാക്കി അരിഞ്ഞ് കഷണങ്ങളാക്കി ബാഗിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയ ഒരു ഭാര്യയെക്കുറിച്ച് വായിച്ചില്ലേ? അത് ചെയ്യിച്ചത് ഏതെങ്കിലും ഈശ്വരന്മാരാണോ? പറ. കണ്ണു തുറക്കുന്നില്ലേ മനുഷ്യന്മാര്? കാതിന് കേൾക്കാൻ പോലും കഴിയാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പ്രഭാതത്തിൽ പത്രമാധ്യമങ്ങളിൽ വരവേൽക്കുന്നത് പറ. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെൺകുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത കാടന്മാരായി, ചെകുത്താന്മാരായി ഈ മനുഷ്യന്മാർ മാറിക്കഴിഞ്ഞില്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന സത്യമല്ലേ? അല്ലെന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചിന്തിക്ക്. പണ്ട് കാലത്ത് പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയ അമ്മമാർ ഇതിൻ്റെ അകത്തില്ലേ? എടി രമണി, കൊച്ചുപിടി ഇരിക്കട്ടടി, ഞാൻ മാർക്കറ്റ് വരെ പോയച്ചത്, ആ വരുന്നടി രമണി എന്ന് പറഞ്ഞൊരു കാലം. ഇന്ന് സ്വന്തം അപ്പൻ്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഇരുത്തിയേച്ച് മാർക്കറ്റ് വരെ പോകാൻ പല അമ്മമാർക്കും ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ പാപിയല്ലേ? ഏത് സമയത്ത് എന്ത് മനുഷ്യൻ ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പത്രം തുറന്നാൽ കാണാം, ചങ്ക് കൂട്ടുകാരൻ, എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്ക് കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നവൻ 2 ചങ്ക് കൂട്ടുകാർ വൈകിട്ട് ഒരു കുപ്പി മദ്യം മേടിച്ച് പൊട്ടിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ചങ്കിൻ്റെ കഴുത്തറുത്തു. മനസ്സിലായോ? വർഷങ്ങളോളം ചങ്കായിരുന്നു, ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ ചെകുത്താനായി മാറി.
മനുഷ്യനെ സകല തിന്മകളിലേക്ക് നയിക്കുന്ന പാപമെന്ന് പറയുന്ന ഒരു ഇരുട്ട് മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളംബരം ചെയ്യാനുള്ള സത്യം. ഈ പാപത്തിൻ്റെ പിന്നിലിരിക്കുന്ന ആ തിന്മയുടെ ഉടമസ്ഥനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പിശാച്. ആമേൻ. പെന്തിക്കോസ് ഉപദേശിമാര് പിശാചിന്റെ തന്ത്രങ്ങളെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അങ്ങ് ചിരി വരിക. എടോ മനുഷ്യന്മാരെ, ഞങ്ങൾ പിശാചെന്ന് വിളിക്കുന്നത് പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ അല്ല. കൊമ്പം വെച്ച് കണ്ണും തള്ളി പല്ലു ഉന്തി ഇളിച്ചോണ്ട് വരുന്ന ഒരു മൊട്ടത്തലേനെ അല്ല ഞങ്ങൾ പിശാചെന്ന് വിളിക്കുന്നത്. പിശാചെന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത അങ്ങനെ വരുന്ന ഒരുത്തനാണെന്ന. വേദപുസ്തകം പറയുന്ന പിശാചിനെ കുറിച്ച് പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല, ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് എന്നൊക്കെയാ പ്രയോഗങ്ങൾ. എന്ന് പറഞ്ഞാൽ അവനൊരു ആത്മാവാണ്. ഏതാത്മാവ്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവൽ സ്പിരിറ്റ്. അവനാണ് പിശാച്. മനസ്സിലായോ? ചില ആളുകൾ വിചാരിക്കുന്നത് പിശാചെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ വരും, അതാ പിശാചെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. അത് ഈ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച ദുരന്തമാണ്. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരി കൊടുത്ത് കിണറ്റും കര നിൽക്കുന്നു. പിന്നെ ദൈവം അവിടെ തുണിക്കച്ചവടം നടത്തുമല്ലേ, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു ഇവിടെ. എടോ, ഇത് സീരിയലുകാരുണ്ടാക്കി വെച്ച ദുരന്തമാണെന്ന്. എന്തെല്ലാം ദുരന്തം സീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനിയുണ്ട്, കഴുത്തെ കുരിശ് വിട്ടുകൊണ്ട് നടക്കും. എന്നാ അച്ചാച്ച ഈ കുരിശ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ മോനെ അതറിയത്തില്ലേ, എന്നാ കുരിശ് കണ്ടാൽ പിശാച് അടുക്കത്തില്ലെന്ന്. ആഹാ, അത് എവിടുന്ന അച്ചായന അത് വായിച്ച? ഏത് വാക്യോ ബൈബിളിൽ അങ്ങനെ ഏത് വാക്യാ ഉള്ളത്? എടാ, ബൈബിൾ വാക്യമൊന്നും അല്ല, പിന്നെന്താ? നീ കണ്ടിട്ടില്ലേ സീരിയലിനകത്ത് പിശാച് ഇങ്ങനെ സാരി കൊടുത്ത് വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, പിശാച് ഈ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കേട്ടപ്പോൾ അച്ചായൻ്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുരിശുണ്ടെങ്കിൽ ആര് വരികയില്ല, പിശാച് വരത്തില്ലെന്ന്. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടാ? സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെൻറ്റിൻ്റെ കുരിശ്, മുട്ടൻ കുരിശ്, ആ 100 കണക്കിന് കുരിശുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലം ഏതായിരിക്കണം പറ? സെമിത്തേരി. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണ് അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കണ്ടേ? പോയാലോ 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അതുവഴി പോവുകയില്ല, ഇത്രയും വലിയ കുരിശുണ്ടായിട്ട്. അപ്പോഴാണ് ഇത്തിപ്പോകുന്ന കുരിശ് കഴുത്തായിട്ടുണ്ട്, പിശാച് നടക്കത്തില്ലെന്ന് പറയും. എന്തൊക്കെ പൊട്ടത്തരമാണ്, ഇതിനൊക്കെ ബോധം വേണ്ടേ? ഇപ്പോഴാ ചിലരൊന്നും ചിന്തിക്കുക, ആ ശരിയാണല്ലോ, ഞാൻ അത്ര അങ്ങോട്ട് ആലോചിച്ചില്ലായിരുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ഇതുവല്ലോ? ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കിയ ദുരന്തം. ഇന്ന് അനേക കുടുംബങ്ങളിൽ പണ്ട് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇന്ന് അതുണ്ടോ? ഇല്ല. സന്ധ്യയ്ക്ക് പായിട്ട് അപ്പനും മക്കളും കുഞ്ഞുങ്ങളോട് ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ചു പോയി അനുഗ്രഹിക്കപ്പെട്ടു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് തണലായി, അവർ പറയുന്ന അനുസരിച്ചും കീഴ്പ്പെട്ടുമൊക്കെ ജീവിച്ചൊരു കാലം. ഇന്നത് പോയില്ലേ? 7 മണി തൊട്ട് 10 വരെ സീരിയലിൻ്റെ മുമ്പിലിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങല അല്ലേ? സന്ധ്യാപ്രാർത്ഥനയൊക്കെ പോയില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച ദുരന്തമാണ്. പിശാചെന്ന് പറഞ്ഞാൽ അങ്ങനെ സാരി ഉടുത്തും പല്ലിളിച്ചും കണ്ണും തെള്ളിയൊന്നും വരുന്ന ഐറ്റമല്ല. അവനെക്കുറിച്ച് പറയുന്ന ഒരാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരുന്ന സകല തിന്മകളിലേക്കും തെറ്റുകളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ അദൃശ്യ ശക്തിയുടെ പിടിയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികളെപ്പോലും ഇവിടെ കുറ്റവാളികളാക്കി മാറ്റി ജുവൈനൽ ഹോമിലേക്ക് അയക്കുന്നതിൻ്റെ പിന്നിൽ ഈ പിശാചെന്ന് പറയുന്ന വില്ലനാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സകല കണ്ടുപിടുത്തങ്ങളും കുതിച്ചുയർന്ന് മുകളിലേക്ക് മാത്രം പോയപ്പോൾ മനുഷ്യൻ്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട് പോയി. എന്തുകൊണ്ടാ? മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി ഉയർന്നു വന്നു. പണ്ട് കുടിലി താമസിച്ചവനെന്ന് കൊട്ടാരത്തിലായി, ഒരു സൈക്കിളില്ലാത്തവനെന്ന് വലിയ കാറായി, എല്ലാ രീതിയിലും ഉയർന്നു. പക്ഷേ പണ്ട് സ്വന്തം മക്കളെങ്കിലും വെറുതെ വിടുമായിരുന്നവൻ ഇന്ന് സ്വന്തം മക്കളെ വെറുതെ വിടാത്തവനായി അധപ്പതിച്ചു. മനുഷ്യൻ്റെ ധാർമ്മികത മാത്രം തിരുത്താനുള്ള ഒരു കണ്ടുപിടുത്തവും ഇന്ന് വരെ ഇവിടെ ആരും കണ്ടുപിടിച്ചില്ല അല്ലേ? എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത്? ഭരണകൂടത്തിന് കഴിവില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഇരട്ട ചങ്കുള്ള നേതാവല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്?
എന്തുകൊണ്ടാണ് കഴിയാത്തത്? കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ കഴിയാത്തത് പിണറായി സഖാവ് കൊള്ളാത്തത് കൊണ്ടാണോ? അല്ല. ആഭ്യന്തരം ശരിയല്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇവിടെ നാട്ടിൽ ജയിലില്ലാഞ്ഞിട്ടാണോ? അല്ല. ശിക്ഷാവിധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. കോടതി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെന്താ? ഈ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഇവിടുത്തെ ഒരൊറ്റ ഭരണകൂടത്തിനും സിസ്റ്റങ്ങൾക്കും കഴിയില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ പാപമാണ്. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടുത്തെ ഭരണഘടനയ്ക്കില്ല. ഇതൊക്കെ തലയ്ക്കകത്ത് കയറണം. പാപമെന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിന് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് എന്നേ നാട് രക്ഷിക്കായിരുന്നു. ഇനി പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വേരോടെ വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ വാങ്ങി അതിൻ്റെ പുറത്ത് ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി എന്നേ നാട് രക്ഷിക്കായിരുന്നു. എന്താ പറ്റാത്തേ? അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം, വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം. മറിച്ച് മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന് അവൻ ആഗ്രഹിക്കാത്ത സകല തെറ്റുകളിലേക്കും സകല തിന്മകളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് വിശുദ്ധ വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്നത്. സകല മനുഷ്യരിലും ഇത് പിടിമുറുക്കി. ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഒരു പരസ്യയോഗത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുക. മനുഷ്യൻ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന പാപം, ലഹരിക്കും മദ്യത്തിനും കുറ്റകൃത്യങ്ങൾക്കുമൊക്കെ മനുഷ്യൻ അറിയാതെ അടിമപ്പെട്ടു പോകുന്നത് ഈ പാപമുള്ളത് കൊണ്ടാണെന്നൊക്കെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ഹൈവേയിൽ, നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് ഒരു തണ്ടും തടിമുടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് ഓടി വന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ യുവകോമളനായ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ട് പറയുകയാണ്, സാറ് പറഞ്ഞത് ശരിയാ, എൻ്റെ കുടുംബം തകർത്ത ചെകുത്താനാണ് ലഹരി. ഈ മദ്യപാനം, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും ഇന്ന് എൻ്റെ കൂടെ ഇല്ല, അവരെന്നെ ഉപേക്ഷിച്ച് പോയി. ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ചാകാനായിട്ട് ഞാൻ അലഞ്ഞു നടക്കുമ്പോൾ നിങ്ങളെ പ്രസംഗം ഞാൻ കേട്ടതാ. ശരിക്കും ദൈവം എന്നോടാണ് സംസാരിച്ചത്. ഞാൻ ആ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്താ സഹോദര, എന്താ സംഭവം, എന്താ കാര്യം? ഉടനെ ആ ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുക, സാറേ എനിക്കൊരു ഭാര്യയുണ്ട്, 4 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, പെൺകുഞ്ഞ്, സന്തോഷമുള്ള കുടുംബം, നല്ല ഭാര്യ. പിന്നെ എന്താ പറ്റിയത്? ആ ചെറുപ്പക്കാരൻ പറയുക, ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യുക, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരവാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ല. ആണയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ കവലയിലോട്ട് ചെല്ലുമ്പോൾ കൂട്ടുകാർ കാത്തു നിൽക്കുക, പിരിവിടളിയാ കുപ്പിയെടുക്കാം. അങ്ങനെ കൂട്ടുകാരുമായി കുപ്പിയെടുത്ത് അടിച്ച് വൈകിട്ട് 4 കാലേ വീട്ടിൽ വരുന്ന ഞാൻ ഒരു മൃഗമാണ് സാറേന്ന്. പാവം എൻ്റെ ഭാര്യ ഒത്തിരി സഹിച്ചവളാ, ഞാൻ അവളെ ഉപദ്രവിക്കാറുണ്ട് സാറേ. അവൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒടുവിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാചകമുണ്ട്, സാറേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ച് ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നു കേട്ടോ. ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞു പറഞ്ഞ വാക്കിന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ പലരെയും നോക്കി ശപിക്കാറുണ്ട്. ഓ അവൻ ഭൂമിക്ക് ഭാരമാ, ഓ അവൻ നന്നാകത്തില്ല, ഓ അവൻ ഒരു കള്ളുകുടിയനാ, ഓ അവൻ ഒരു ജഗുത്താനാ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ അകത്ത് ഒരു നന്മയുടെ മനസ്സുണ്ട്. ഒന്ന് നന്നാകണം, കുടുംബത്തിന് കൊള്ളാവുന്നവനാകണം, സമൂഹത്തെ കൊണ്ട് നല്ലത് പറയിക്കണം, അങ്ങനൊക്കെ ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സ് ഇവിടുത്തെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അവനെ നയിക്കാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ അദൃശ്യ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുന്ന പാപമെന്ന് പറയുന്ന പിശാച്. ഈ പാപത്തിൻ്റെ പിടിയിലാണ് മനുഷ്യൻ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും സ്വയമേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച കാലങ്ങളിൽ ഇതുപോലെ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളാരും ഇഷ്ടപ്പെട്ട് ഇവരുടെ പുറകെ ഓടിക്കൂടിയതൊന്നും അല്ല. ജീവിതം തൊലച്ച് കളഞ്ഞ, ജീവിതം തകർത്ത് കളഞ്ഞ, ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ ഉമ്മായും 2 പെങ്ങന്മാരും കൂടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം തീർത്ത് കളയാമെന്ന് ചിന്തിച്ച്
തകർന്നടിഞ്ഞു പോയ ഒരു കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് ഈ 22 വർഷമായി അഭിമാനത്തോടെ ഇങ്ങനെ ജീവിക്കാൻ കാരണം ഈ സുവിശേഷം ഞങ്ങളുടെ കാതുകളിൽ വന്ന് പതിച്ചതാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുച്ഛിക്കുന്ന ഒന്നല്ല സുവിശേഷം. അനേക കുടുംബങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം, അനേക ചെറുപ്പക്കാരെ തിന്മയുടെ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദേശം, അനേക കുറ്റവാളികളെ ജയിലിൻ്റെ അകത്തു നിന്ന് മാനസാന്തരപ്പെടുത്തി നന്മയുള്ള മക്കളാക്കി തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം സുവിശേഷം. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക അമ്മമാർക്ക് പ്രതീക്ഷയുള്ളവരാക്കി അവരുടെ മക്കളെ തിരിച്ചു കൊടുത്ത സന്ദേശം സുവിശേഷം. ഞങ്ങളെ നോക്കി ഇന്നും കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും മാത്രമേ ലോകത്തിലുള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ എങ്കിലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾ പൊട്ടന്മാരെ പോലെ നിന്ന് ഈ തൊണ്ട കീറുന്ന ഈ സന്ദേശം ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെങ്കിലും മാറ്റം വരുത്തുമെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ദൈവസഭ വളർന്നത്. അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് മുക്കിന് സഭകളുണ്ടായത്. അങ്ങനെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ പെന്തക്കോസ്ത് ഒരു ചർച്ചാ വിഷയമായി മാറിയത്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാൻ വേണ്ടി ചാടിയ ചാട്ടമല്ല. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മതം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മതം മാറിയുണ്ടെന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഡെയിലി 2 കുപ്പി കള്ളടിക്കുന്ന നാരായണൻ, ആ നാരായണനെ പാസ്റ്റർമാർ പിടിച്ച് വെള്ളത്തിൽ മുക്കി ജോസഫ് എന്ന് പേര് മാറ്റി, മതവും മാറ്റി. നാരായണനായിരുന്നപ്പോൾ 2 കുപ്പി അടിക്കും, ജോസഫ് ആയപ്പോഴും 2 കുപ്പി അടിക്കും. വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ. മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം മാറേണ്ടത് മതമോ പേരോ അല്ല, ഇന്നലെ വരെ ജീവിച്ച ജീവിതം അങ്ങ് മാറണം. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ചില ആളുകൾ ചോദിക്കും, ഈ ഷമീർ കൊല്ലം എന്താ പുള്ളിയുടെ പേരങ്ങ് മാറ്റിക്കൂടെ? എടാ, പേരല്ലട മാറേണ്ടത്, ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറിയാൽ മതിയെന്ന്. ഞങ്ങൾ ആരുടെയും പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന കൂട്ടമല്ല. പറമ്പിൽ കാണുന്ന ഒരു ചെടിയുണ്ട്, ഞങ്ങൾ കൊല്ലത്തുകാർ വിളിക്കുന്നത് ചൊറിയാണമെന്ന, അല്ലേ? അതിൻ്റെ സ്വഭാവം എന്നാ വർഷേ? ആര് മേത്ത് തൊട്ടാലും അല്ലേ അതിൻ്റെ സ്വഭാവം? ചൊറി തണുത്ത പറമ്പിൽ നിന്ന് വേരോട് ഇളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് കോളിൽ ചില്ലിട്ട ഷോക്കേഴ്സ് AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണോ? എന്ത് ചെയ്യും? സ്ഥലം മാറിയിട്ട് കാര്യമുണ്ടോ? എന്നാൽ പേര് മാറ്റാം. ചൊറി തണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ച് പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മണിക്കുട്ടിയേന്നും വിളിച്ചൊന്ന് തൊട്ട് നോക്ക്, ചൊറിയുമോ? ചൊറിയും. അപ്പോൾ പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. അപ്പം ഞങ്ങളെന്താ വിളിച്ചു പറയുന്നത്? സ്വഭാവം മാറണം. ഇന്നലെ വരെ നിന്നെ നോക്കി നീ ഒരു ഭാരമാ, നീ ഭൂമിക്ക് ഭാരമാ, നീ ചത്തെങ്കിൽ കൊള്ളായിരുന്നു, നീ തൊലഞ്ഞു പോകൂടാ, നീ നന്നാവത്തില്ലടി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. അവരുടെ നടുവിൽ അതെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അതെ നീ ദേശത്ത് മാനിക്കപ്പെട്ടവനാണ്, അതെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നിന്റെ കാതിൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്ദേശം, സുവിശേഷം. അയ്യോ, ഇത് ചുമ്മാ പരസ്യം പറയുന്നതല്ലെന്ന്. സിനിമാ നടൻ മമ്മൂട്ടി TV വന്നേച്ച് പറയുക, എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ടിട്ട് ഒരു അമ്മാവൻ 3 മാസം മേടിച്ച് തകർത്തങ്ങ് തേച്ചു, വെളുത്തില്ല. അവസാനം പുള്ളി ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിച്ചു. അറിഞ്ഞായിരുന്നല്ലോ. ഇതുപോലെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നേ അല്ലെന്ന്. നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഷമീറും കൂട്ടുകാരും കള്ളു കുടിച്ച് പാക്കും പാൻപരാഗം ചവച്ച് ലുങ്കി മടക്കി ചുറ്റി എൻ്റെ നാട്ടിലെ കവലെ കൂടെ നടന്നു പോകുമ്പോൾ ആ പീടികയിൽ ആളുകൾ വിരലി കൊണ്ട് ചോദിക്കും, അവൻ ഏതാ പോകുന്നവൻ, ഏതാ ആടി അവൻ ഏതാ? അതെ. ഉടനെ അടുത്തിരിക്കുന്ന പറയും, ഓ അതില്ലേ സലാമിൻ്റെ മോനെ. ഏത്? ജമീലയുടെ മോനെന്ന്. ആണോ? പിന്നെ മറ്റേ മീൻ കച്ചവടം ചെയ്യുന്നില്ലേ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ. ആണോ? അത് ശരി. അയ്യോ തലതെറിച്ചൊരുത്തൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്നതേ മാന്യമായ വസ്ത്രം ധരിച്ച് ഈ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കവലച്ചെന്നിറങ്ങിയാൽ മിനിമം മുണ്ടിൻ്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശം അല്ലത്. നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ
ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കുകയല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, തീർന്നിട്ടില്ല. ഇവിടെ മുതൽ ഒരു തുടക്കമായി മാറട്ടെ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറാൻ, ഇന്ന് മുതൽ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നീ തിരിയണം. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഞങ്ങൾ എന്തെങ്കിലും ദോഷം പറയുന്നുണ്ട്? പിന്നെ ചിലർ പറയുന്ന ആകെ കൂടെ യവന്മാർ ഭയങ്കര ശബ്ദമാണെന്ന്. ഓ, മനുഷ്യന് ചെവിതല കേൾക്കണ്ട, എന്നാ ശബ്ദമാണെന്ന്. ഈ പറയുന്നത് വല്ല സത്യം ഉണ്ടോ? ഭാഷ ഉണ്ടോ? സത്യം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നവനൊക്കെ ഊമകളാകണ്ടേ? നമുക്ക് മാത്രമേ ഇവിടെ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഊമയാണ്. ഉള്ളയാണോ? എവിടാ? മുക്കിന് 50,000 വാട്സിൻ്റെ ബോക്സ് കെട്ടിവെച്ച് അടിക്കുന്ന ഐറ്റങ്ങൾ ഇവിടെ ഇല്ലേ? നമുക്കാണോ സൗണ്ട്? പിന്നെ ആ സൗണ്ട് ഈ സൗണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ റോഡിൽ കിടന്ന് അടിക്കുന്ന സൗണ്ടിൽ 4 എണ്ണം കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നുകൊണ്ട് പാട്ട് പാടും. ഈ സൗണ്ടിൻ്റെ പ്രത്യേകത, അങ്ങനെ കുടിക്കുന്നവൻ ഈ സൗണ്ട് കേട്ടാൽ അന്ന് മുതൽ കുടി നിർത്തി അവൻ കുടുംബത്തിന് കൊള്ളാവുന്നവനായി മാറും. അല്ലേ വ്യത്യാസം? അല്ലാതെ എന്തെങ്കിലും ദോഷം സുവിശേഷം വരുത്തിയിട്ടുണ്ടോ? പക്ഷേ മനസാക്ഷി തൊട്ടുകൊണ്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ സുവിശേഷം നാടിന് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് ചുമ്മാ കുഞ്ഞുകളിക്ക് ഇറങ്ങിയതൊന്നും അല്ല. ഒരു സുപ്രഭാതത്തിൽ തലയ്ക്ക് ഓളം കയറി കമ്മലും വേണ്ട മാലം വേണ്ട എന്ന് കൊട്ടിപ്പാടി കലബലബല എന്ന് പറയാൻ ചാടി ഇറങ്ങി അങ്ങനെ ഓളം കയറി വട്ടുപിടിച്ചിറങ്ങിയതല്ല. ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ ലോകത്തിൽ ഒരു ശക്തിക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത പാപം എന്ന് പറയുന്ന ഒരു വിപത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറി എന്നാണ് വായിച്ചത്. സർവ്വ മനുഷ്യൻ്റെ അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ ക്രിസ്ത്യാനി അങ്ങ് ഭാവിയായാൽ മതി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ഈ ജയിലിൻ്റെ അകത്തൊന്ന് ചെന്ന് നോക്ക്. ക്രിസ്ത്യാനി മാത്രം ഭാവിയായാൽ മതിയെങ്കിൽ ജയിലിൻ്റെ അകത്ത് ആര് മാത്രമേ കാണാൻ പാടുള്ളൂ? ക്രിസ്ത്യാനി മാത്രമേ കാണാൻ പാടുള്ളൂ, ഇല്ലേ? ജയിലിൻ്റെ അകത്ത് തോമസ് കുട്ടിയില്ലേ? നാരായണൻ കുട്ടിയില്ലേ? മമ്മദ് കുട്ടിയില്ലേ? എല്ലാ കുട്ടികളും അവിടെ ഉണ്ട്, ജയിലിൻ്റെ അകത്തുണ്ട്, അല്ലേ? അപ്പോൾ തിന്മ ചെയ്യുന്നത് ഒരു മതവിഭാഗക്കാർ മാത്രമാണോ? തെറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ജാതിക്കാർ മാത്രമാണോ? അല്ല. മനുഷ്യനെന്ന് പേരുള്ള സകല ഇരുകാലികളുടെ ഹൃദയത്തിലും പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയേറി. ഇനി 1-2 ചിന്ത വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പാപം മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്. എന്താണ്? താഴേക്കൊന്ന് വായിച്ചാട്ടെ, ഒന്ന് വായിച്ചേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. നിൽക്കട്ടെ. പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ദുരന്തം 1, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നൊരു ധാരണ മനുഷ്യൻ്റെ അകത്ത് കയറി. ഇന്നും നമ്മുടെ മനുഷ്യരങ്ങനല്ലേ? ഓ, എന്നെ ഇതൊന്നും പഠിപ്പിക്കാൻ വരണ്ടെന്നാ പറയുന്നത്. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. അവനെ കൊണ്ടാകുന്നതെല്ലാം കഴിഞ്ഞ് ഒക്കത്തില്ലേ മാത്രമേ അവൻ ആരെ ആശ്രയിക്കുള്ളൂ? ദൈവത്തെ ആശ്രയിക്കുള്ളൂ. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഹലോ, സത്യമല്ലേ? ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിൽ ഒരു ചാക്കോച്ചന് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, ഉദാഹരണം. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, സ്തോത്രം. ഉദാഹരണത്തിന് പറയും, ചാക്കോച്ചൻ്റെ അടുക്ക സൂസമ്മ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച, ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ. ആന്നടി, ഇച്ചിരി വൈകി പോയടി അറിയാൻ. പിന്നെ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. എന്നാടി സൂസമ്മേ? അപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥനാലയം ഉള്ളതറിയാമോ? പ്രാർത്ഥനാലയോ? എവിടെ? ആ താഴ്വശത്തെ അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ആണോ? അതിലെ മറ്റേ ബന്ദിക്കോസുകാരുടെ. അതിനെന്നാ അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഒത്തിരി ദൈവദാസന്മാർ വന്ന് രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് കേട്ടെ. ചാക്കോച്ചൻ ഒന്ന് അങ്ങോട്ട് പോയാൽ ദൈവം സൗഖ്യമാക്കിയാലോ എന്നൊരു ചിന്ത. ഉടനെ ചാക്കോച്ചൻ പറയാ, ഞാനോ ബന്ദിക്കോസുകാരുടെ അടുക്ക ഞാൻ എൻ്റെ കുടുംബം കല്ലറ ഏതാണെന്ന് നിനക്കറിയാവോ? കുടുംബ പള്ളി ഏതാണെന്ന് നിനക്കറിയാവോ? 5 അച്ഛന്മാരുള്ള കുടുംബം, കന്യാസ്ത്രീമാർ വേറെ, ബന്ദിക്കോസി തുള്ളാൻ ഞാൻ. അതിനേക്കാൾ നല്ലത് ക്യാൻസർ വന്ന് ചാകുന്നതെന്ന്. മനുഷ്യൻ്റെ സ്വഭാവം ഞാൻ പറയുക. ഉടനെ സൂസമ്മ പറഞ്ഞു, ഒന്ന് ആട്ടെ ചാക്കോച്ച, ശരിയെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പം ചാക്കോച്ചൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച, ഹാപ്പി ന്യൂസ്. എന്താടാ? വയനാട്ടിലൊരു കേളു വൈദ്യനുണ്ടെന്ന്. കാട്ടുമൂപ്പൻ.
എല്ലാ രോഗവും മാറ്റുമെന്ന്. ആ വിട്ടാലോ, പിന്നെന്താ, എടുക്കടാ വണ്ടി, വിടടാ വയനാട്. വിട്ടു. കേളു വൈദ്യൻ നോക്കിയച്ച് പറഞ്ഞു, ഓ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസ് അല്ല, ഒരു കാര്യം ചെയ്യ്, വേണ്ടേ മൈസൂർ വഴി നേരെ വിട്ടോ കർണാടകയ്ക്ക്, അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. എടുക്കടാ വണ്ടി, വിടടാ മൈസൂര്. മൈസൂർ വന്ന് അവിടുത്തെ വൈദ്യൻ നോക്കിയച്ച് പറഞ്ഞു, സംഗതി ഇച്ചിരി കടുത്ത് പോയല്ലോ, ഒരു കാര്യം ചെയ്യ്, വണ്ടി സൈഡിലോട്ട് ഒതുക്ക്, അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് വിട്ടോ, അവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന ഒരു വിങ് ഇപ്പം തുറന്നിട്ടുണ്ട്, അങ്ങോട്ട് വിടാൻ പറഞ്ഞു. ഒതുക്കടാ വണ്ടി, എടുക്കടാ ഫ്ലൈറ്റ്, നേരെ വിട്ടു ഡൽഹി. ഡൽഹിയിൽ എല്ലാവരും കൂടെ ചുറ്റുവട്ടം നോക്കിയച്ച് പറഞ്ഞു, ചാക്കോച്ച ഇച്ചിരി കടുപ്പമാണ്, ഒരു കാര്യം ചെയ്യ്, മലേഷ്യക്ക് വിട്ടോളാം പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നേരെ വിട്ടു മലേഷ്യക്ക്. മലേഷ്യയിലെ ഡോക്ടർമാരെല്ലാം നിരന്ന് നിന്ന് നോക്കിയച്ചു പറഞ്ഞു, ചാക്കോച്ച പറയുന്നത് ഈ വിഷമമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി നിങ്ങൾ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചാക്കോച്ചൻ മലേഷ്യയിൽ നിന്ന് തിരിച്ച് ഞാലൂർ കുന്നി വന്നു. അപ്പോഴായില്ല സൂസമ്മ അങ്ങോട്ട് ചെന്നേച്ച് പറയാ, ചാക്കോച്ച ദേ ഇനി 3 ദിവസവും കൂടെ ഉള്ള അവിടുത്തെ പ്രാർത്ഥന തീരാൻ, ഒന്നങ്ങോട്ട് പോയാലോ? ഇപ്പം ചാക്കോച്ചൻ്റെ സകല കൊമ്പ് ഒടിഞ്ഞേച്ച് പറയാ, എന്നാ പിന്നെ ഒന്ന് പോവാടി. ഇതല്ലേ മനുഷ്യൻ? ഇതല്ലേ മനുഷ്യൻ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിക്കുക, ദൈവത്തിങ്കലേക്ക് വാ, വരികയില്ല. കണ്ണും കരളും കിഡ്നി അടിച്ചു പോയി IC യൂണിറ്റിൽ കിടക്കുമ്പോഴാണ് പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ പാസ്റ്റർ. എന്തിനാടാ കണ്ണും കരളും കിഡ്നി അടിച്ചു പോയിട്ട് അറിയാൻ നിൽക്കുന്നത്? നീ ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവം വിളിക്കുമല്ലേ, ദൈവത്തിങ്കലേക്ക് വാ. ആമേൻ. മനസ്സിലായോ? ഈ യാഥാർത്ഥ്യം ചില മനുഷ്യർക്ക് തലേ കയറുകയല്ല. എനിക്കെല്ലാം അറിയാവുന്ന ഭാവമാ. എന്തറിയാം? നാളൊരുത്തൻ പറഞ്ഞു, എനിക്ക് എല്ലാം ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന സകല കാര്യങ്ങളും ഇതൊക്കെ എനിക്കറിയാം എന്നൊരു പാസ്റ്റർ, ഒരു പാവപ്പെട്ട അപ്പച്ചനാ സുവിശേഷം പറഞ്ഞു ചെന്നപ്പോൾ ഈ പുള്ളി പറയാം, നിങ്ങളെവിടെ ഇരി, നിങ്ങൾക്കറിയാത്തത് ഞാൻ പറഞ്ഞു തരാമെന്ന്. ഉടനെ ഈ അപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞു, സാറ് മഹാനായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാനങ്ങ് പൊക്കോട്ടെന്ന് പറഞ്ഞു. ആ പിന്നെ അല്ല, എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ? ആ ഇച്ചിരി വെള്ളം കുടിക്കേണ്ടി വരും ഉപദേശി എന്ന് പറഞ്ഞു. വെള്ളം തരാമെന്ന് പറഞ്ഞു. 1 ഗ്ലാസ് വെള്ളം കൊണ്ടങ്ങോട്ട് കൊടുത്തു. ഉടനെ ഈ പാവപ്പെട്ട ഉപദേശി ചോദിച്ചു, സാറിനെല്ലാം അറിയാവുന്ന എനിക്ക് മനസ്സിലായി, എനിക്കറിയാത്തൊരു കാര്യം സാറ് പറഞ്ഞു തരാമെന്നും പറഞ്ഞു. പറഞ്ഞു പിന്നെന്താ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നാ സാറേ ഈ വെള്ളത്തിൻ്റെ കളർ എന്തുവാന്ന് ചോദിച്ചു. പേര് പച്ചവെള്ളമെന്നാ, പക്ഷേ പച്ചയാണോ കളറ്? അല്ല. എന്നാൽ പിന്നെ വെള്ളയാണോ? അതുമല്ല. പിന്നെ എന്നാ ഈ വെള്ളത്തിൻ്റെ കളറ്? പുള്ളി അവിടെ ഇരുന്ന് ആകെപ്പാട് അത് പിന്നെ വെള്ളത്തിൻ്റെ കളറ്. അപ്പോൾ സാറിന് അറിയാത്തതും ചിലത് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ചിലരവിടെ നിന്ന് ചിന്തിക്കുക, ആ ശരിയാണല്ലോ വെള്ളത്തിൻ്റെ കളർ. ആമേൻ. അപ്പൊ പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ദുരന്തം, അവൻ്റെ അകത്തൊരു അഹങ്കാര ചിന്ത പൊങ്ങി, എനിക്കെല്ലാം അറിയാവുന്ന. എന്നിട്ട് അവൻ എന്ത് ചെയ്തെന്ന് കേട്ടോ, കാതു തുറന്ന് കേട്ടോ, വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ദുരന്തം, മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ചവനെ മറന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവർ പങ്കുവച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ വായിച്ചേ സഹോദര? ആർക്കൊക്കെ പങ്കുവെച്ചു? മനുഷ്യന് മഹത്വം കൊടുത്തു. ആർക്ക് കൊടുക്കേണ്ട മഹത്വം പറ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ആർക്ക് കൊടുത്തു? മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി അല്ലേ? പണ്ടത്തെ പേര് ശശി എന്നായിരുന്നു, പക്ഷെ ആൾ ദൈവമായപ്പോൾ ആ പേര് കൊള്ളുകയില്ല, അതുകൊണ്ട് വായി കൊള്ളാത്തൊരു പേരെ കിട്ടും. മനുഷ്യന് മഹത്വം കൊടുത്തപ്പോൾ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി അല്ലേ? അടുത്തത് പക്ഷിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് ഇഴജാതിക്ക് മഹത്വം കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. മനസ്സിലായില്ല? നാൽക്കാലി, മേലെ മനുഷ്യൻ, കീഴെ ഇഴജാതി. അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പോൾ പക്ഷിയോ എന്ന്. വീട്ടിൽ ചെന്നാൽ ഫോട്ടോയ്ക്കകത്ത് ഒന്നുകൂടെ കണ്ണും തള്ളി നോക്കണം. ഇടജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലായില്ലേ?
നമ്മുടെ വർഗീസിന്റെ കാര്യമാണ് പറഞ്ഞു. പിടികിട്ടിയോ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റി സർവശക്തനായ സൃഷ്ടാവിനെ മറന്നു, ദൈവത്തെ മറന്നു. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന ദേശമേ, നീ ജീവനുള്ള സൃഷ്ടാവിങ്കലേക്ക് മടങ്ങി വരാനാണ് ഈ സുവിശേഷം. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു തരാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? കേട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അത് തന്നെ ദുരന്തം. പിടികിട്ടിയ? ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. ആരാ ഈ മനുഷ്യൻ? ആരാ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ, ഇല്ല പുലേനാർ കോട്ടെ പോയി കിടന്ന് ഇങ്ങനെ വലിക്കുന്നവനാണ്. ആരാ ഉണ്ടാക്കുന്നത്? എന്നാ മിണ്ടാത്ത? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇങ്ങനെ വലിക്കുന്നവനാ ഇവൻ, പേട്ട് മനുഷ്യൻ. ഇവനാണ് ആരെ സൃഷ്ടിക്കുന്നത്? നീ പറഞ്ഞുകൂടാ, അവനുണ്ടാക്കി തരും ദൈവം. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ? ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. ചിന്തിക്കുന്നുണ്ടോ ഇത് വല്ലതും? ഇനിയും മനസ്സിലാകുന്നില്ലെങ്കിൽ ലളിതമായൊരു ഉദാഹരണം പറയാം. സത്യസന്ധമായ മറുപടി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2018 കേരളത്തിൽ പ്രളയം വന്നോ? പറ. പ്രളയം വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ. പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നിന്ന് നോക്കിയപ്പോൾ യേശു തെക്കോട്ട് ഒഴുകുന്നു, വർഗീസ് വടക്കോട്ട് ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താഴോട്ടും വരുന്നു. ഇല്ലേ? സത്യമേ പറയാവൂ. ചാക്കോച്ചൻ ഇറങ്ങി ഹെലികോപ്റ്റർ നോക്കിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത്? ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വായോ പ്ലീസ്, എൻ്റെ വർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറ. എന്തോ പറഞ്ഞേ? ഉള്ളതേ പറയാവൂ. എന്നെ രക്ഷിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഹെലികോപ്റ്റർ താന്ന് വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കും. പുള്ളി ഓടിച്ചെന്ന് അതിനെടുത്ത് തുടച്ചുകൊണ്ട് ഷോക്കേഴ്സിൽ വെച്ചിട്ട് അതിനോട് പറയുക, എന്നെ